പ്ലസ് വൺ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. സെറ്റ്സിന്റെ പാർട്ട് 1 സെറ്റിന്റെ ഡെഫിനിഷൻ, അതുപോലെ അതിന്റെ റെപ്രസെന്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കിയത്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സിനെ പറയുന്ന പേരാണ് സെറ്റ്. അതിന് ജനറലി ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. അതിന് രണ്ട് തരത്തിലുള്ള റെപ്രസെന്റേഷൻ ഉണ്ട്. ഒന്നാമത്തെ റെപ്രസെന്റേഷൻ സെറ്റ് ബിൽഡർ ഫോം, രണ്ടാമത്തെ റെപ്രസെന്റേഷൻ അത് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറയും. ഇനി അതിലുള്ള ഒരു എലമെന്റ് അതിൽ ബിലോങ്സ് ടു, നോട്ട് ബിലോങ്സ് ടു രണ്ട് സിമ്പിൾസ് ഉപയോഗിക്കും. അതായത് എപ്സിലോൺ എന്നുള്ള ഒരു സിമ്പിൾ അതിന് ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങി അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസുമാണ് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നീട് പാർട്ട് 2 കടന്ന സമയത്ത് കാർഡിനാലിറ്റിയുടെ മീനിങ് എന്താണ്, കാർഡിനാലിറ്റി അല്ലെങ്കിൽ കാർഡിനൽ നമ്പർ, ഒരു സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സിനെ പറയുന്ന പേരാണ് കാർഡിനാലിറ്റി. പിന്നെ അതിനെ ബേസ് ചെയ്ത് അതിനുശേഷം ടൈപ്സ് ഓഫ് സെറ്റ്സ് എന്നുള്ള ടോപ്പിക് പഠിച്ചു. ടൈപ്സ് ഓഫ് സെറ്റ്സിൽ എംടി അല്ലെങ്കിൽ നള്ള് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആദ്യം പഠിച്ചു. പിന്നെ അതിനെ സിംഗിൾട്ടൺ സെറ്റ് ആണ് എന്താണെന്ന് മനസ്സിലാക്കി. ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്, ഇക്വാലന്റ് സെറ്റ്സ്, ഈക്വൽ സെറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം സബ്സെറ്റ് ഓഫ് എ സെറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോയി. സബ്സെറ്റ് എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ ആ ബി എന്നുള്ള സെറ്റിനെ പറയുന്ന പേരാണ് സൂപ്പർ സെറ്റ് ഓഫ് എ എന്നുള്ളത്. അതിൽ കുറച്ച് നോട്ടുകൾ മനസ്സിലാക്കി. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്, ഫൈവ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഓൾ ഗിവൺ സെറ്റ്സ് എന്നൊക്കെ തുടങ്ങിയിട്ട് പിന്നീട് മനസ്സിലാക്കിയ വേറൊരു കാര്യം, എ സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് എയും ആണെങ്കിൽ എ സിക്കൽ ബി ആയിരിക്കും. അതിൽ നാലാമത്തെ നോട്ടായിട്ട് മനസ്സിലാക്കിയത് നമ്പർ സിസ്റ്റത്തെ കുറിച്ചാണ്. അതായത് കോംപ്ലക്സ് നമ്പർ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, പവർ സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ അതിലുള്ള എപ്സിലോണിന്റെയും സബ്സെറ്റിന്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 4 എക്സാമ്പിൾ നമ്മൾ പരിചയപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് സെറ്റ്സിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ആ 2 വീഡിയോകൾ കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ 2 വീഡിയോകളുടെ ലിങ്ക് ഉണ്ടാകും. ആ 2 വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പരിചയപ്പെടേണ്ട ഒരു ടേമാണ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ ഗിവൺ സെറ്റ്സ്, അതിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ബിനെ പറയുന്ന പേരാണ് സൂപ്പർ സെറ്റ്. അങ്ങനെയെങ്കിൽ ഒരുപാട് സെറ്റുകൾ തന്നിട്ടുണ്ട്. ആ സെറ്റുകളുടെ എല്ലാത്തിന്റെയും സൂപ്പർ സെറ്റിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. ജനറലി യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യല് ക്യാപിറ്റൽ യു വെച്ചിട്ടാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഞാൻ ഇവിടെ എടുക്കുന്ന യൂണിവേഴ്സൽ സെറ്റ് 1 2 3 4 5 6 7 8 9 10. ഇവിടെ എ എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്. എ എന്നുള്ള സെറ്റിലുള്ള ആൾക്കാര് 2 4 6 8. ബി എന്നുള്ള അനദർ സെറ്റ് ഉണ്ട്. അതിലുള്ളത് 1 3 5 7 9. സി എന്നുള്ള വേറൊരു സെറ്റ് അതിലുണ്ടാകുക 1 2 5 7 9 10. 3 ആൾക്കാരാണ്. ഇങ്ങനെ ഒരുപാട് സെറ്റുകൾ ഞാൻ ഡിഫൈൻ ചെയ്തു. ഈ ഡിഫൈൻ ചെയ്ത സെറ്റുകളിലൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം, ഈ എ എന്നുള്ള സെറ്റിൽ ആരൊക്കെ ഉണ്ട്? 2 4 6 8. ഈ എലമെന്റ്സ് ഒക്കെ യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാം എ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. ഇനി ഈ ബിയിലുള്ള ആൾക്കാർ എടുത്ത് നോക്ക്, 1 3 5 7 9. ഈ ബിയിലുള്ള എല്ലാ എലമെന്റ്സും യൂണിവേഴ്സൽ സെറ്റ് യുലുണ്ട്. അതുകൊണ്ട് സെറ്റ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. അതേപോലെ സിയിലുള്ള എല്ലാ എലമെന്റ്സും അത് യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. അതുകൊണ്ട് സി ഈസ് ആൾസോ എ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ്. അങ്ങനെയെങ്കിൽ ഈ തന്ന സെറ്റുകളുടെ ഒക്കെ സൂപ്പർ സെറ്റ് ആണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞൂടെ? കാരണം നിങ്ങൾ പഠിച്ചത് എന്താണ്? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ ഈ ബി എന്നുള്ള സെറ്റിനെ പറയുന്ന പേരാണ് സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് പറയാം. റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് യു ആണെന്നുണ്ടെങ്കിൽ യുവിനെ പറയുന്ന പേരാണ് സൂപ്പർ സെറ്റ് ഓഫ് എ. ഇനി ബി സബ്സെറ്റ് ഓഫ് യു എന്നാണെങ്കിൽ ഈ യുവിനെ പറയുന്ന പേരാണ് സൂപ്പർ സെറ്റ് ഓഫ് ബി. ഈ സി സബ്സെറ്റ് ഓഫ് യു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് യു, അതായത് യൂണിവേഴ്സൽ സെറ്റ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് സി എന്ന് നിങ്ങൾക്ക് പറയാം. ചുരുക്കി പറഞ്ഞാൽ ഈ തന്ന സെറ്റുകളിലൊക്കെ എയുടെയും ബിയുടെയും സിന്റെയും സൂപ്പർ സെറ്റ് ആണ് യൂണിവേഴ്സൽ സെറ്റ്. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയലേ യൂണിവേഴ്സൽ സെറ്റ് ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് എ, ബി ആൻഡ് സി ഹിയർ.
അതായത് യൂണിവേഴ്സൽ സെറ്റ് ഇറ്റ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ ഗിവൺ സെറ്റ്സ്. തന്ന സെറ്റുകളുടെ കൂട്ടത്തിലുള്ള സൂപ്പർ സെറ്റിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇനി നമ്മുടെ നമ്പർ സിസ്റ്റം കൺസിഡർ ചെയ്തെന്നായിരിക്കും. അതായത് നമ്പർ സിസ്റ്റത്തില് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, പിന്നെ ഹോൾ നമ്പേഴ്സ് ഉണ്ട്, ഇനി ഇന്റിജേഴ്സ് ഉണ്ട്, പിന്നെ റിയൽ നമ്പേഴ്സ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പേഴ്സ് തുടങ്ങിയ ഒരുപാട് നമ്പർ സിസ്റ്റങ്ങളുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി പറയട്ടോ. ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആറിന്റെ മുകളിലായിട്ട് ഈ ആർ പ്ലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആർ മൈനസ് എന്തായിരിക്കും? നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. ഈ ക്യൂ എന്നുള്ളത് റാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യൂ പ്ലസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. അപ്പൊ ഇനി എല്ലാത്തിനും അത് പറയേണ്ട ആവശ്യമില്ല. ഈ തന്ന നമ്മൾ മനസ്സിലാക്കിയ സിമ്പിളിന്റെ മുകളിൽ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അതിലുള്ള പോസിറ്റീവ് പോർഷൻ മാത്രം കൺസിഡർ ചെയ്യാം, നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ അതിലുള്ള നെഗറ്റീവ് പോർഷൻ മാത്രം കൺസിഡർ ചെയ്യാം. ഇനി നമ്മുടെ സബ്സെറ്റ് പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു. നാച്ചുറൽ നമ്പർ ഈസ് എ സബ്സെറ്റ് ഓഫ് all numbers, all number is a subset of integers, integers is a subset of rational numbers, rational number is a subset of real numbers, real number is a subset of complex numbers. Similarly, irrational number is a subset of real numbers and real number is a subset of complex numbers. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് a subset of b ആണെങ്കിൽ b നെ പറയുന്ന പേരാണ് സൂപ്പർ സെറ്റ്. ഈ കൂട്ടത്തിൽ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ആൾ ആരാണ്? c അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു സൂപ്പർ സെറ്റ് ഓഫ് ഓൾ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് കോംപ്ലക്സ് നമ്പർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും സൂപ്പർ ആയിട്ട് കിടക്കുന്ന, അതായത് കൂട്ടത്തിലുള്ള എല്ലാത്തിന്റെയും സൂപ്പർ സെറ്റിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. അങ്ങനെയെങ്കിൽ മൊത്തം നമ്പർ സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കോംപ്ലക്സ് നമ്പർ ആയിരിക്കും യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് വരിക. ഇത്രയും കാര്യങ്ങൾ ആണ് തുടക്കത്തിൽ ഇതിന്റെ തിയറി ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. അതിനുശേഷം അതിന്റെ ബാക്കിയുള്ള തിയറിയിലേക്ക് വരാം. 8th ദിവസം പറയുന്നത് കൺസിഡർ ദ ഫോളോവിംഗ് സെറ്റ്സ്. A is equal to set 1 2 3, B is equal to set 1 2 3 4 5 and set C is equal to 1 2 3 4 5 6 7. Insert the symbol subset or not a subset between each of the following sets. ഈ സെറ്റിന്റെ അടുത്ത് സബ്സെറ്റ് അല്ലെങ്കിൽ നോട്ട് എ സബ്സെറ്റ് എന്നുള്ള സിമ്പൽ പ്രോപ്പർ ആയിട്ട് ഇൻസേർട്ട് ചെയ്യാനാണ് പറയുന്നത്. എടാ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? എ എന്നുള്ള സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ബി എന്നുള്ള സെറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലാത്ത എല്ലാ കേസിലും എന്താ? നോട്ട് എ സബ്സെറ്റ് ആണ് വരിക. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എയും ഉണ്ട് ബിയും ഉണ്ട്. ഇവിടെ സബ്സെറ്റ് ഓർ നോട്ട് എ സബ്സെറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരു സിംബൽ ഇൻസേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നോക്കടാ, എ എന്നുള്ള സെറ്റിലുള്ള എലമെന്റ്സ് 1 2 3 അല്ലേ? ആ 1 2 3 എന്നുള്ള എലമെന്റ്സ് ബി എന്നുള്ള സെറ്റിലുണ്ടല്ലോ. അപ്പോ എയിലുള്ള എല്ലാ എലമെന്റ്സും ബി എന്നുള്ള സെറ്റിലുണ്ട്. അതുകൊണ്ട് ഇവിടെ ഏത് സിംബലാണ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യാം? സബ്സെറ്റ് ഓഫ് എ, സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഇനി നേരെ തിരിച്ച് ബിയും എയും, ബി എന്നുള്ള സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും എയിലുണ്ടോ? 4 ഉം 5 ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാം ബി നോട്ട് എ സബ്സെറ്റ് ഓഫ് എന്ന് പറയാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ബിയും സിയും. എടാ ബിയിലുള്ള എലമെന്റ്സ് ഏതാ? 1 2 3 4 5. ഈ 5 എലമെന്റ്സും സിയിലില്ലേ? 1 2 3 4 5 അല്ലേ? ആ ബിയിലുള്ള എല്ലാ എലമെന്റ്സും സിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി എന്ന് പറയാം. ഇനി എയും സിയും, എടാ എയില് 1 2 3, ആ 1 2 3 സിയിലില്ലേ? അതായത് എയിലുള്ള എല്ലാ എലമെന്റ്സും സിയിലുണ്ട്. ദാറ്റ് ഈസ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് സി. ഇനി സിയും ബിയും, സിയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ടോ? 6 ഉം 7 ഉം ഇല്ലല്ലോ ബിയില്. അതുകൊണ്ട് നോട്ട് എ സബ്സെറ്റ് ആണ് വരിക. ഇനി ലാസ്റ്റ് വൺ, സിയും എയും. എടാ സിയിലുള്ള എല്ലാ എലമെന്റ്സും എയിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ നോട്ട് എ സബ്സെറ്റ് ആണ്. ഇനി ഏതായാലും ക്വസ്റ്റ്യൻ തന്നെയാണ്. എടാ ഈ 3 സെറ്റ് തന്നു കഴിഞ്ഞാൽ ഈ സിന്റെ പ്രത്യേകത എന്താ? സി ഇസ് ദ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ ഗിവൺ സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാട്ടോ. ഈ ക്വസ്റ്റ്യന്റെ ഭാഗമല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക.
ഈ 3 സെറ്റും തന്നിട്ട് ഇതിൽ ഏതാ യൂണിവേഴ്സൽ സെറ്റ് എന്ന് ചോദിച്ചാൽ എല്ലാത്തിന്റെയും സൂപ്പർ സെറ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന സെറ്റിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. അതുകൊണ്ട് വേണമെങ്കിൽ ഇതിനെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി 9th ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ലെറ്റ് A is equal to set 1 2 set 3, 4 5. Which of the following statements are true? ഇനി തന്ന സ്റ്റേറ്റ്മെന്റിലൊക്കെ രണ്ടാൾക്കാരാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് സബ്സെറ്റ് ഓഫ്, രണ്ടാമത്തതോ ബിലോങ്സ് ടു. അത് തമ്മിലുള്ള ഡിഫറൻസ് കഴിഞ്ഞ പാർട്ട് 2 അത് ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 4 എക്സാമ്പിൾ വെച്ചിട്ട് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ പാർട്ട് 2 പരിചയപ്പെട്ട ചെറിയൊരു ഐഡിയ ഞാൻ തരാണ്. നന്നായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ പാർട്ട് 2 ലാസ്റ്റ് ഭാഗം ഒന്നുകൂടി കാണാം. ഇതില് ഈ സെറ്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഈ സെറ്റിന്റെ ഉള്ളിൽ കോമട്ട് ഇങ്ങനെ എഴുതുന്ന ആൾക്കാരല്ലേ ശരിക്കും മെമ്പേഴ്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ആദ്യത്തെ മെമ്പർ അല്ലെങ്കിൽ എലമെന്റ് ഏതാ 1, രണ്ടാമത്തെ ആളാരാ 2, പിന്നത്തെ ആളാരാ 3 അല്ല, സെറ്റ് 3, 4 ആണ്. അവിടെയാണ് പോയിന്റ് മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് മിക്കവാറും ആൾക്കാർക്ക് തെറ്റാം. പക്ഷെ നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. അടുത്ത മെമ്പർ 5 ആണ്. അപ്പൊ ആകെ ഇതിൽ 4 മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ 4 മെമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ബിലോങ്സ് ടു എന്നാണ് ഉപയോഗിക്കേണ്ടത്. ബിലോങ്സ് ടു എ, 2 ബിലോങ്സ് ടു എ, സെറ്റ് 3, 4 ബിലോങ്സ് ടു എ, 5 ബിലോങ്സ് ടു എ. റെഡിയല്ലേ? ഇനി ഈ 4 എലമെന്റ്സിനെ 2 ബ്രേസസിന്റെ ഉള്ളിൽ ഏത് രീതിയിൽ എഴുതി കഴിഞ്ഞാലും അത് സബ്സെറ്റ് ഓഫ് എന്നാ വരിക. വേണമെങ്കിൽ ഇതിൽ ഓരോ ഇൻഡിവിജ്വൽ എലമെന്റിനെ മാത്രമേ എഴുതും. വേണമെങ്കിൽ സെറ്റ് 1 സബ്സെറ്റ് ഓഫ് എ, അല്ലെങ്കിൽ സെറ്റിന്റെ ഉള്ളിൽ അടുത്തൊരു എലമെന്റ് സെറ്റ് 3, 4, സെറ്റ് ഓഫ് സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ വരിക. ഇനി ഇതിന്റെ കൂടെ ഒരു 1 കൂടി ഉണ്ടെന്നായിരിക്കും, അതും സബ്സെറ്റ് ഓഫ് എ തന്നെയാണ് വരിക. അതായത് സെറ്റിന്റെ ഉള്ളില് ഇതിലുള്ള മെമ്പേഴ്സിനെ ഈ ഫുൾ ആയിട്ട് എഴുതിയാലും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഐറ്റത്തിനെ മാത്രം എഴുതിയാലും എപ്പോഴും വരിക സബ്സെറ്റ് ഓഫ് എന്നാ. അല്ലാതെ അതിലുള്ള ഒരു മെമ്പറിനെ മാത്രം എടുക്കുന്ന സമയത്ത് ഏതാ ബിലോങ്സ് ടു. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതെല്ലാം ഇതിന്റെ അപ്പുറമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്നാണ്. സെറ്റ് 3, 4, ആ സെറ്റ് 3, 4 എന്താ ഇതിലുള്ള ഒരു മെമ്പർ ആണ്, അതിന് ബിലോങ്സ് ടു വരാൻ പാടുള്ളൂ. അപ്പൊ സബ്സെറ്റ് ഓഫ് എ എന്നുള്ളത് തെറ്റാണ്. ഏതാണ് ശരി? ബിലോങ്സ് ടു എ. ഇനി അടുത്തത് സെറ്റ് 3, 4 കണ്ടോ? ഈ സെറ്റ് 3, 4 ഇതിലൊരു മെമ്പർ ആണ്. ആ മെമ്പറിനെ ഒരു സെറ്റിന്റെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ അത് സബ്സെറ്റ് ഓഫ് എന്നല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ എന്നുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി 1 ബിലോങ്സ് ടു എ, 1 എന്നുള്ളത് ഇതിലൊരു മെമ്പർ ആണല്ലോ. മെമ്പർ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കാം? ബിലോങ്സ് ടു എന്ന് ഉപയോഗിക്കാം. അതുകൊണ്ട് ഇതും കറക്റ്റ് ആണ്. ഒരു മെമ്പറിനെ ഒരിക്കലും എന്ത് ഉപയോഗിക്കാൻ പറ്റൂല? സബ്സെറ്റ് ഉപയോഗിക്കാൻ പറ്റൂല. മെമ്പർ ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ബിലോങ്സ് ടു ആണ്. അങ്ങനെയാണെങ്കിൽ സബ്സെറ്റ് എന്ന് ഉപയോഗിച്ച് ഇവിടെ തെറ്റാണ്. ഇനി സെറ്റ് 1, 2, 5, സെറ്റിന്റെ ഉള്ളില് 1നെയും 2നെയും 5നെയും എടുത്തു. ഈ 1ഉം 2ഉം 5ഉം ഇതിലുള്ള മെമ്പേഴ്സ് ആണല്ലോ. അപ്പൊ അവിടെ സബ്സെറ്റ് എന്ന് ഉപയോഗിക്കാൻ കറക്റ്റ് ആണ്. അവിടെ എന്ത് ഉപയോഗിക്കാൻ പറ്റൂല? ബിലോങ്സ് ടു ഉപയോഗിക്കാൻ പറ്റൂല. ഇനി സെറ്റ് 1, 2, 3 സബ്സെറ്റ് ഓഫ് എ. 1 റെഡിയാണ്, എ എന്നുള്ള സെറ്റിലുള്ള ഒരു എലമെന്റ് ആണ്. 2 എന്നുള്ളതും കറക്റ്റ് ആണ്, എ എന്നുള്ള സെറ്റിലുള്ള ഒരു എലമെന്റ് ആണ്. പക്ഷെ 3 എവിടെ? അത് എ എന്നുള്ള സെറ്റിലുണ്ടോ? എ എന്നുള്ള സെറ്റിൽ 3 എന്നുള്ള ഒരു എലമെന്റ് ഇല്ല. എ എന്നുള്ള സെറ്റിലുള്ള ഏത് എലമെന്റ് ഉള്ളത്? സെറ്റ് 3, 4 ആണുള്ളത്. ഇതിനെ ഒരുമിച്ച് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു എലമെന്റിനെ എടുക്കല് പോസിബിൾ അല്ല. അതുകൊണ്ട് 3 എന്നുള്ള ഒരു എലമെന്റ് എ എന്നുള്ള സെറ്റിലില്ല. അങ്ങനെയെങ്കിൽ ഈ സെറ്റിലുള്ള എല്ലാ ആൾക്കാരും എ എന്നുള്ള സെറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സെറ്റ് സബ്സെറ്റ് ഓഫ് മറ്റൊരു സെറ്റ് എന്ന് പറയാൻ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ 3 എന്നുള്ള ഒരു മെമ്പർ ഇതിൽ ഇല്ലാത്തത് കാരണം ഈ സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞത് തെറ്റാണ്. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഇത് കറക്റ്റ് ആണ്. 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇനി ഇത് കറക്റ്റ് ആണോ? ഇത് കറക്റ്റ് ആകണമെങ്കിൽ ഇതിൽ ഒരു മെമ്പർ ആയിട്ട് 5 വരണം. പക്ഷെ അത് വരാത്തത് കാരണം ഇത് റോങ് ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ആ ഡിഫറൻസ് ബിറ്റ്വീൻ ബിലോങ്സ് ടു ആൻഡ് സബ്സെറ്റ് എന്നുള്ള ടോപ്പിക്കിൽ 4th എക്സാമ്പിൾ നോക്കിയാൽ മതി, അത് കറക്റ്റ് മനസ്സിലാവും അതിന്റെ കോൺസെപ്റ്റ്. ഇനി
സെറ്റ് ഫൈ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റുമോ? എടാ സബ്സെറ്റ് എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സെറ്റിന്റെ ഉള്ളില് ഇതിലുള്ള ഒരു മെമ്പറിനെ എഴുതണം. ഇതിലുള്ള ഒരു മെമ്പർ ആണോ ഫൈ? ഇതിൽ അങ്ങനെ ഒരു മെമ്പർ ഇല്ല. അതുകൊണ്ട് സെറ്റ് ഫൈ ഇസ് എ സബ്സെറ്റ് ഓഫ് എ എന്നുള്ളത് റോങ് ആണ്. ഈ ഇത്രയും സ്റ്റേറ്റ്മെന്റുകൾ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയുന്നതോട് കൂടി സബ്സെറ്റിനെ കുറിച്ചും ബിലോങ്സിനെ കുറിച്ചും നല്ലൊരു ധാരണ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 10th ക്വസ്റ്റ്യൻ. എ സെറ്റ് കണ്ടെയ്ൻസ് n elements. ഇറ്റ്സ് പവർ സെറ്റ് കണ്ടെയ്ൻസ്. ഡയറക്റ്റ് തിയറിയാണ്. അതായത് നിങ്ങൾ നോട്ടാക്കി പഠിച്ചിട്ടുണ്ട്. പവർ സെറ്റ് ഓഫ് എ സെറ്റിൽ നോട്ടാക്കി പഠിച്ചിട്ടുണ്ട്. എ എന്നുള്ള സെറ്റില് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ പവർ സെറ്റില് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ പവർ സെറ്റ് ഓഫ് എ 2n എലമെന്റ്സ് ഉണ്ടെന്ന് ഡയറക്റ്റ് തിയറി പഠിച്ചിട്ടുണ്ട്. അതിന് കാരണം അതിൽ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ ബിക്കം ഓപ്ഷൻ ബി, 2n ആൻസർ വരും. ഇനി പവർ സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ. ടു ഫൈനൈറ്റ് സെറ്റ്സ് ഹാവ് m and n elements. രണ്ട് ഫൈനൈറ്റ് സെറ്റിൽ നിന്നുണ്ട് m എലമെന്റും n എലമെന്റ്സും ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ഞാൻ ഫസ്റ്റ് സെറ്റിനെ എ എന്നും സെക്കൻഡ് സെറ്റിനെ ബി എന്നും എടുത്താൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്ന് പറഞ്ഞാൽ m ആണ്, പിന്നെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എന്ന് പറഞ്ഞാൽ n ആണ്. അങ്ങനെയാണെങ്കിൽ പറയുന്നത് the total number of subsets of the first set is 56 more than that of the total number of subsets of the second set. Find the values of m and n. Total number of subsets of the first set എന്ന് പറഞ്ഞാൽ അത് 56 more than that of the total number of subsets of the second set. ഏടാ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് 2n ആണ്. അത് തന്നെയാണ് എന്തിന്റെ ആൻസർ? പവർ സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ സബ്സെറ്റുകളുടെയും സെറ്റിനെ പറയുന്ന പേരാണ് പവർ സെറ്റ്. അതായത് പവർ സെറ്റിലുള്ളതൊക്കെ എന്താണ്? അതിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ സബ്സെറ്റുകളാണ്. അതുകൊണ്ട് നമ്പർ ഓഫ് പോസിബിൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് എ എന്ന് പറഞ്ഞാൽ അതും 2n അല്ലേ? അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്നുള്ളത് m ആണെങ്കിൽ ഹൗ മെനി സബ്സെറ്റ്സ് ആർ പോസിബിൾ ഫോർ എ? 2n അല്ലേ? 2m ആണ്. ഇനി നമ്പർ ഓഫ് സബ്സെറ്റ്സ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എന്നുള്ളത് n ആണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് പോസിബിൾ ഫോർ ബി എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? 2n ആയിരിക്കും. നമ്മളോട് പറയുന്ന കാര്യം എന്താണ്? നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഈസ് 56 മോർ ദാൻ ദാറ്റ് ഓഫ് ദി നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ബി. അതായത് 2m ഈസ് ഈക്വൽ ടു ഇതിലുള്ള നമ്പർ ഓഫ് സബ്സെറ്റ്സിനേക്കാളും 56 കൂടുതലാണെന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ എമ്മിന്റെയും എന്നിന്റെയും വാല്യൂ കാണും. എടാ പ്ലസ് 2m എന്നിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ എന്താ വരിക? 2m മൈനസ് 2n which is equal to 56. ഇവിടെ രണ്ട് അൺനോൺ ഉണ്ട്, m ഉണ്ട് n ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഒരു അൺനോൺ ഉള്ളെങ്കിൽ ഒരു ഇക്വേഷൻ മതി ആ അൺനോൺ കണ്ടെത്താൻ. നേരെ മറിച്ച് രണ്ട് അൺനോൺസ് ഉണ്ടെങ്കിലോ അതിന്റെ ആൻസർ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇക്വേഷൻ വേണം. 3 അൺനോൺസ് ഉണ്ടെങ്കിൽ 3 ഇക്വേഷൻ വേണം. n അൺനോൺസ് ഉണ്ടെങ്കിൽ n ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വാല്യൂസ് മുഴുവനായിട്ട് കണ്ടെത്താൻ സാധിക്കുള്ളൂ. അങ്ങനെയെങ്കിൽ ഇവിടെ രണ്ട് അൺനോൺസ് ഉണ്ട്, പക്ഷെ എന്താ പ്രശ്നം? ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. അത് കണ്ടെത്തല് ജനറലി പോസിബിൾ അല്ല. പക്ഷെ ഇവിടെ 2 ആയത് കാരണം ഈ എമ്മും എന്നും നമ്പർ 1 2 3 4 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതുകൊണ്ട് 2ന്റെ പവർ ഉള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താലാണ് 56 കിട്ടുക എന്നുള്ള ഒരു ഐഡിയ കിട്ടി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു ലോജിക്ക് ഇവിടെ ഉപയോഗിച്ച് നോക്കാം. നമുക്കറിയുന്ന 2ന്റെ പവേഴ്സിലുള്ള വാല്യൂസ് ഏതൊക്കെ? 2 2 ആണ്, 2 സ്ക്വയർ 4 ആണ്, 2 ക്യൂബ് 8, 2 4 എന്ന് പറഞ്ഞാൽ 16, 2 5 32, ഇങ്ങനെ പോവുകയാണ്. 2 6 64, ഇങ്ങനെ ഒരുപാട് വാല്യൂസ് ഉണ്ട്. 2m ൽ നിന്ന് ഏതോ ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്ത സമയത്ത് 56 കിട്ടിയെങ്കിൽ ഈ 2m എന്നുള്ളത് 56നേക്കാളും വലിയൊരു നമ്പർ ആവൂലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്ന സമയത്ത് 56നേക്കാളും വലിയൊരു നമ്പർ വരുന്ന വരെ ഞാൻ എഴുതി നോക്കി. അപ്പൊ ഈ 64 എന്നുള്ളത് 56നേക്കാളും വലിയൊരു നമ്പറാണ്. എന്നിട്ട് ഞാൻ നോക്കും ഈ 64ൽ നിന്ന് ഇതിലെ ഏതെങ്കിലും ഒരു നമ്പർ മൈനസ് ചെയ്താൽ 56 കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കടാ. ഇതിലെ 8 മൈനസ് ചെയ്താലല്ലേ 56 കിട്ടുക. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് അറിയോ? 2 ൽ നിന്നും 2 ക്യൂബ് മൈനസ് ചെയ്താലാണ് 56 കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് ഈക്വൽ ആവും. അതായത് വാല്യൂ ഓഫ് m is equal to 6 and that of n is equal to 3.
അടുത്ത ടോപ്പിക്ക് വെൻ ഡയഗ്രാം. സെറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷന് പറയുന്ന പേരാണ് വെൻ ഡയഗ്രാം. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ജോൺ വെൻ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. അവർ പറയുന്നത് ഇത്ര മാത്രമാണ്: സാധാരണ നിങ്ങൾക്ക് ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിലുള്ള ഒരുപാട് സെറ്റുകൾ നിങ്ങൾക്ക് തന്നു, അതിലുള്ള ഒരു സെറ്റാണെന്ത് യൂണിവേഴ്സൽ സെറ്റ്. അങ്ങനെയെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിനെ റെക്ടാങ്കിൾ ആയിട്ടും അതിലുള്ള ബാക്കി യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, തന്ന എല്ലാ സെറ്റിന്റെയും സൂപ്പർ സെറ്റിനെ പറയുന്ന പേരല്ലേ യൂണിവേഴ്സൽ സെറ്റ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള സെറ്റുകളെല്ലാം ഇതിന്റെ സബ്സെറ്റുകളല്ലേ ആവുക. അങ്ങനെയാണെങ്കിൽ ആ സബ്സെറ്റുകളൊക്കെ ഇതിന്റെ ഉള്ളിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ സെറ്റുകളെ നിങ്ങൾ സർക്കിൾസ് ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. എ എന്നുള്ള സെറ്റ്, ബി എന്നുള്ള സെറ്റ് എന്നുള്ള രീതിയിൽ സർക്കിൾസ് വെച്ചിട്ടാണ് സാധാരണ ബാക്കിയുള്ള സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് തന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ് ഇതാണ്: 1 2 3 4 5 6 7. എ എന്നുള്ള ഒരു സെറ്റ് 1 3 5. ബി എന്നുള്ള അനദർ സെറ്റ് 2 6. 2 6 വേറെ ആയിക്കോട്ടെ, 2 3 6. ഈ ബി എന്നുള്ള സെറ്റ്. ഈ മൂന്ന് സെറ്റുകളെ വെൻ ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് വെൻ ഡയഗ്രാം വരക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു റെക്ടാങ്കിൾ വരക്കാറുണ്ട്. ഈ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഈ യൂണിവേഴ്സൽ സെറ്റിന്റെ ഉള്ളിലാണ് 1 മുതൽ 7 വരെയുള്ള എല്ലാ നമ്പേഴ്സും വരേണ്ടത്. ഇനി എ എന്നുള്ള സെറ്റിന്റെ ഉള്ളിലാണ് 1ഉം 3ഉം 5ഉം വരേണ്ടത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിന്റെ ഉള്ളിൽ എ എന്നുള്ള ഒരു സർക്കിൾ വരച്ചു. ആ എ എന്നുള്ള സർക്കിളിന്റെ ഉള്ളിൽ വരേണ്ട നമ്പേഴ്സ് ആണ് 1 3 5. ഇനി അടുത്തത് ബി എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്. അതിനും സർക്കിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ ഉള്ളിൽ വരേണ്ട നമ്പേഴ്സ് ആണ് 2 3 6. അതായത് 2 3 6. ഇനി യൂണിവേഴ്സൽ സെറ്റിന്റെ ഉള്ളിൽ വരേണ്ട നമ്പേഴ്സ് ഏതൊക്കെ? 1 മുതൽ 7 വരെ എല്ലാ നമ്പേഴ്സും ഇവിടെ ഉണ്ടോ നോക്ക്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഇല്ല. അപ്പൊ പുറത്തുനിന്നുണ്ട് ഒരു 4 ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, 6 ഉണ്ട്, ഒരു 7ഉം കൂടി പുറത്തുണ്ടാവും. അങ്ങനെയെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിന്റെ ഉള്ളിലുള്ള ആൾക്കാരാ 1 മുതൽ 7 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഇല്ലേ. അങ്ങനെയെങ്കിൽ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ യൂണിവേഴ്സൽ സെറ്റിന്റെ ഉള്ളിലുള്ള ആൾക്കാരെ ഞാനൊന്ന് എഴുതി നോക്കാം കേട്ടോ. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, പിന്നെയും കണ്ടോ 3. 2 പ്രാവശ്യം 3 എഴുതാറുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിന്റെ ഉള്ളിലുള്ള ആൾക്കാർ ഇങ്ങനെ എഴുതുന്ന സമയത്ത് 3,3 2 പ്രാവശ്യം 3 എഴുതാറില്ല, ഒരു പ്രാവശ്യം മാത്രമേ 3 യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ, അതിന് 2 പ്രാവശ്യം എഴുതാത്ത രീതിയിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ ഈ വെൻ ഡയഗ്രാം ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതിനു വേണ്ടി എന്ത് ചെയ്യലറിയോ, ആ സർക്കിൾസ് ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിൽ വരച്ചാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാം എ എന്നുള്ള സെറ്റിലും 3 ഉണ്ട്, ബി എന്നുള്ള സെറ്റിലും 3 ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ ആരൊക്കെ? ബിന്റെ എന്നുള്ള സെറ്റിന്റെ ഉള്ളിലുള്ള ആൾക്കാർ 2 3 6 ആണ്. അതായത് 2 3 6 ഉണ്ടോ? ഇങ്ങനെയാണ് സാധാരണ വെൻ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യാറ്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ യൂണിവേഴ്സൽ സെറ്റിനെ എഴുതി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കിട്ടും. 1 2 3 4 5 6 എന്നുള്ള രീതിയിൽ കിട്ടും. ഇതിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇനി യൂണിവേഴ്സൽ സെറ്റില് ഒരു നോട്ടായിട്ട് പഠിക്കാനുള്ളത്, ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞു ആയിരിക്കും. ഞാൻ യൂണിവേഴ്സൽ സെറ്റ് കൺസിഡർ ചെയ്യാതെ ഇതിന്റെ ഉള്ളിലുള്ള സബ്സെറ്റുകളെ മാത്രം നോക്കാം. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ എന്നുള്ള സെറ്റിലുള്ള എല്ലാ ആൾക്കാരും ബി എന്നുള്ള സെറ്റിലുണ്ട് എന്നല്ല ഇതിനർത്ഥം. അങ്ങനെയെങ്കിൽ അതിന്റെ വെൻ ഡയഗ്രത്തില് അതിന്റെ ഉള്ളിലുള്ള ഈ സർക്കിൾസിനെ എങ്ങനെ വരക്കാന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് വരക്കൽ ഇങ്ങനെയുണ്ടോ, ഇവിടെ എയിലുള്ള എല്ലാ ആൾക്കാരും ഇതിലുണ്ട്, ബി ഉണ്ട്. അപ്പൊ ആരാ ഇതില് സൂപ്പർ? ബി അല്ലേ സൂപ്പർ. അങ്ങനെയാണെങ്കിൽ ബി എന്നുള്ള സെറ്റിനെ ഞാൻ വരച്ചു. ആ ബി എന്നുള്ള സെറ്റിന്റെ ഉള്ളിലാണ് എ എന്നുള്ള സെറ്റ് വരിക. കാരണം എ ഇസ് സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എയിലുള്ള എല്ലാ ആൾക്കാരും ഇതിലുണ്ട്, ബിയിലുണ്ട്. എടാ ഈ യു എന്നുള്ളത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഈ എയിലുള്ള എല്ലാ ആൾക്കാരും യുലുണ്ട്, ബിയിലുള്ള എല്ലാ ആൾക്കാരും യുലുണ്ട്. അതുകൊണ്ടല്ലേ ഈ എയും ബിയും യു എന്നുള്ള യൂണിവേഴ്സൽ സെറ്റിന്റെ ഉള്ളിൽ വരാൻ കാരണം. അങ്ങനെയെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി എവിടെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ, എ എന്നുള്ള സെറ്റ് ബി എന്നുള്ള സെറ്റിന്റെ ഉള്ളിലാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കണം. ഇത്രയും കാര്യങ്ങളാണ് വെൻ ഡയഗ്രത്തിൽ മനസ്സിലാക്കാൻ. സെറ്റ്സിൽ അടുത്തതായിട്ട് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്കാണ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്.
ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്പേഴ്സിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്പർ സിസ്റ്റം എടുക്കുന്ന സമയത്ത് അതിൽ അഡീഷന്, സബ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്ന് പറഞ്ഞ് ഒരുപാട് ടോപ്പിക് പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പുതിയ പഠിച്ച ഒരു കോൺസെപ്റ്റ് ആണ് സെറ്റ്. അങ്ങനെയെങ്കിൽ ഈ സെറ്റുകൾ തമ്മിലുള്ള ഓപ്പറേഷൻസ്, അതിൽ അഡീഷനും സബ്ട്രാക്ഷനും പകരം ഉള്ള ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ യൂണിയന്, ഇന്റർസെക്ഷന്, ഡിഫറൻസ്, കോംപ്ലിമെന്റ്, ഇങ്ങനെ 4 ഓപ്പറേഷൻസ് ആണ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സിൽ പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് ടോപ്പിക് യൂണിയൻ ഓഫ് സെറ്റ്സ്. അതിനെ റെപ്രസെന്റ് ചെയ്യല് ഇങ്ങനത്തെ ഒരു ചിഹ്നം ഉപയോഗിച്ചിട്ടാണ്. യു എന്നല്ല വായിക്കുക, യൂണിയൻ തന്നെയാണ് വായിക്കുക. അപ്പൊ യൂണിയന്റെ റെപ്രസെന്റേഷൻ ആണ് ഇങ്ങനെ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ എക്സാമ്പിൾ ആണ് പറഞ്ഞതിന് ശേഷം അതിന്റെ ഡെഫിനിഷൻ പറയായിരിക്കും കുറച്ചും കൂടി നന്നാവുക. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾ ആ വെൻ ഡയഗ്രത്തിൽ പഠിച്ച അതേ എ എന്നുള്ള സെറ്റും ബി എന്നുള്ള സെറ്റും ഞാൻ എടുത്തു തന്നിരിക്കോ. അതായത് എ എന്നുള്ള സെറ്റ് ഏതാ 1 3 5. സിമിലർലി സെറ്റ് ബി എന്ന് പറഞ്ഞാൽ അത് ഏതായിരുന്നു 2 3 6. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബി, ഈ 2 സെറ്റുകളും യൂണിയൻ ഓപ്പറേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതിലുള്ള എല്ലാ ആൾക്കാരും നിരത്തിയുണ്ട് എഴുതാന്നാണ് അതിനർത്ഥം. അതായത് 1 ഇതിലുള്ള എല്ലാ ആൾക്കാരും 1 ഉണ്ട്, 2 ഉണ്ട്. ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി 1 2 3 അങ്ങനെ എഴുതണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ആദ്യം എഴുതിയിട്ട് പിന്നെ ചെയ്താൽ എന്തായാലും കുഴപ്പമില്ല. 1 2 3. പക്ഷെ 3 2 പ്രാവശ്യം ഉണ്ട്. അപ്പൊ 2 പ്രാവശ്യം എഴുതണോ? 2 പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം 3 എഴുതിയാൽ മതി. 1 2 3 ഇനി 3 എഴുതണ്ട, 5 6. ഇതാണ് യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ എ എന്നുള്ള സെറ്റിലെയും ബി എന്നുള്ള സെറ്റിലെയും ഉള്ള എല്ലാ ആൾക്കാരെയും കോമട്ട് എഴുതുന്ന പരിപാടിനെ പറയുന്ന പേരാണ് എ യൂണിയൻ ബി. വൈക്കില് എ യൂണിയൻ ബി എന്നാ വൈക്കുക. അങ്ങനെയെങ്കിൽ ആ എ യൂണിയൻ ബിയുടെ ഡെഫിനിഷൻ ഇപ്പൊ എങ്ങനെ കൊടുക്കാം? എ യൂണിയൻ ബി എന്നുള്ള ഒരു സെറ്റ്, ആ സെറ്റിന്റെ പ്രത്യേകത എന്താ? ഈ സെറ്റിന്റെ പ്രത്യേകത അതിൽ എയിലും ബിയിലുള്ള എല്ലാ ആൾക്കാരും ഇതിലുണ്ടാവും എന്നുള്ളതാണ് എ യൂണിയൻ ബിയുടെ പ്രത്യേകത. അങ്ങനെയെങ്കിൽ ഇതിനെങ്ങനെ ഡെഫിനിഷൻവൽക്കരിക്കാം? ഇങ്ങനെ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ളവരൊക്കെ എന്താണ്? എക്സുകളാണ്. ഇനി ആ എക്സുകളുടെ പ്രത്യേകത എന്താ? ആ എക്സ് എന്നുള്ളത് ഒന്നുകിൽ എ എന്നുള്ള സെറ്റിൽ ഉണ്ടാകണം, എക്സ് ബിലോങ്സ് ടു എ, ഓർ എക്സ് ബിലോങ്സ് ടു ബി. ഒന്നുകിൽ എക്സ് എന്നുള്ള എലമെന്റ്സിന്റെ പ്രത്യേകത എന്താ? ആ എക്സ് എന്നുള്ള എലമെന്റ് ഒന്നുകിൽ എ ഉണ്ടാകണം അല്ലെങ്കിൽ ബി ഉണ്ടാകണം. അതായത് രണ്ടിൽ ഏതെങ്കിലും ഉള്ള എലമെന്റ്സ് ആണ് ഇതിൽ വരുന്നത്, രണ്ടും ഇല്ലാത്ത എലമെന്റ്സ് ഇതിൽ വരൂല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ ആ എലമെന്റ് ഇതിൽ വരുന്നതാണ് എ യൂണിയൻ ബിയുടെ മീനിങ്. ഇതാണ് എ യൂണിയൻ ബിയുടെ സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഒരാൾ പറഞ്ഞു എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ആണെന്ന് പറഞ്ഞാൽ, നിങ്ങളോട് ഏതോ ഒരാൾ പറഞ്ഞു ഈ എക്സ് ബിലോങ്സ് ടു, ഈ എക്സ് അല്ല കേട്ടോ, ഞാൻ ജനറലി എക്സാമ്പിൾ പറയാണ്, എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി. എക്സ് എന്നുള്ള ഒരാള് എ യൂണിയൻ ബിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? അതായത് ഞാൻ പറഞ്ഞു 1 എന്നുള്ള ഒരാള് എ യൂണിയൻ ബിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് മനസ്സിലാക്കും? ഈ 1 എന്നുള്ള ആള് ഒന്നുകിൽ എയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവും. ഏതെങ്കിലും ഒന്നിൽ ഉണ്ടായതുകൊണ്ടല്ലേ എ യൂണിയൻ ബിയിൽ അത് വന്നത്. അങ്ങനെയെങ്കിൽ എക്സ് എന്നുള്ള ഒരു എലമെന്റ് എ യൂണിയൻ ബിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? എക്സ് എന്നുള്ള ആള് ഒന്നുകിൽ എയിൽ ഉണ്ടാകണം അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാകണം. ഇതാണ് ഇതിന്റെ മീനിങ് വരിക. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഏതോ ഒരാൾ പറഞ്ഞു ഈ എക്സ് നോട്ട് ബിലോങ്സ് ടു എ യൂണിയൻ ബി. എക്സ് എന്നുള്ള ഒരാൾ എ യൂണിയൻ ബിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എ യൂണിയൻ ബിയിൽ എയിലും ബിയിലുള്ള എല്ലാ ആൾക്കാരും എ യൂണിയൻ ബിയിൽ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഈ എക്സ് എന്നുള്ള ഒരാൾ എ യൂണിയൻ ബിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ എക്സ് എന്നുള്ള ആള് എ എന്നുള്ള സെറ്റിലും ഉണ്ടാവൂല, ബി എന്നുള്ള സെറ്റിലും ഉണ്ടാവൂല. രണ്ടിലും ഇല്ലാതിരുന്നാൽ മാത്രമേ അത് എ യൂണിയൻ ബിയിൽ ഇല്ലാതിരിക്കുള്ളൂ. അപ്പോ if x not belongs to a union b, then മനസ്സിലാക്കേണ്ടത് x എന്നുള്ള ആള് എയിലും ഉണ്ടാവൂല ബിയിലും ഓറാണോ ആൻഡ് ആണോ ഉപയോഗിക്കേണ്ടത്? ആൻഡ് ആണ് ഉപയോഗിക്കേണ്ടത്. രണ്ടിലും ഇല്ലാതിരിക്കണം. അതായത് x not belongs to a and x not belongs to b. ഇതാണ് യൂണിയനിൽ മെയിൻ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. എടാ ഈ യൂണിയനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ വെൻ ഡയഗ്രം റെപ്രസെന്റേഷൻ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആ എ യൂണിയൻ ബി, എ എന്നുള്ള സെറ്റ് ഇതല്ലേ 1 3 5, ബി എന്നുള്ള സെറ്റ് 2 3 6 തന്നെയല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്നുള്ളതിന്റെ വെൻ ഡയഗ്രം റെപ്രസെന്റേഷൻ എങ്ങനെ വരിക? അത് ഏത് നിൽക്കുന്ന ഭാഗമാണ്?
ഈ നമ്പേഴ്സ് ഒക്കെ നിൽക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഈ രണ്ട് സർക്കിളും കൂടി വരുന്ന റീജിയൻ അല്ലടാ ശരിക്കും എ യൂണിയൻ ബി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വെൻ ഡയഗ്രം റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ്. എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രം റെപ്രസെന്റേഷൻ. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇത് എ എന്നുള്ള സെറ്റും ഇത് ബി എന്നുള്ള സെറ്റും ആണെങ്കിൽ ഈ ഷെയ്ഡഡ് റീജിയനെ പറയുന്ന പേരാണ് എ യൂണിയൻ ബി. ഷെയ്ഡഡ് റീജിയൻ ആണ് എ യൂണിയൻ ബി. അപ്പൊ യൂണിയന്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റും കൂടി രണ്ട് സർക്കിളും കൂടി പെടുന്ന ഭാഗം എന്നാണ് എ യൂണിയൻ ബിയുടെ അർത്ഥം. ഇനി ഇതിൽ പഠിക്കാനുള്ളത് യൂണിയന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ. അതില് ഒന്നാമത് പറയണത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. അത് ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെറ്റിൽ പറയുന്നതിന് മുമ്പ് ഞാൻ സാധാ നമ്പറിലൊന്ന് പറഞ്ഞുതരാം. അതായത് 2 + 3 ആൻസർ എന്താ? 5 അല്ലേ? 3 + 2 അതിന്റെ ആൻസറും 5 അല്ലേ? 2 + 3 എന്ന് പറഞ്ഞാലും 3 + 2 എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. 2 + 3യും 3 + 2 ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ പറയും അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. ഇനി സബ്ട്രാക്ഷൻ എടുത്തു. 5 - 2 എന്താ? 3. പക്ഷെ 2 - 5 5 - 2 3 ആണ്. പക്ഷെ 2 - 5 3 ആണോ? അല്ല, -3 അല്ലേ വരിക. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം 5 - 2 2 - 5 ഈക്വൽ അല്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, സബ്ട്രാക്ഷൻ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇനി യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലും ബിയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇതിന്റെ ഉള്ളിൽ എഴുതുന്ന പരിപാടിയാണ് എ യൂണിയൻ ബി. അപ്പൊ ബി യൂണിയൻ എ എന്ന് പറഞ്ഞാലോ ബിയിലും എയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇതാ രണ്ടു സെയിം അല്ലേ? അതുകൊണ്ടാണ് ഇത് കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അതായത് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാലും ബി യൂണിയൻ എ എന്ന് പറഞ്ഞാലും അത് ഈക്വൽ ആയിരിക്കും. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതായത് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നാണ് ഇതിനെ പറയാം. ഈ ലോക്ക് എല്ലാ ഇതിലുള്ള ലോക്കും അങ്ങനെ തന്നെയാണ് പറയാം. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ലോ ഇത് ഒബേ ചെയ്യുന്നുണ്ട് ഉള്ളതുകൊണ്ട് ഇതിനെന്ത് പ്രോപ്പർട്ടി ഉണ്ട്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയാം. ഇതിലുള്ള രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. യൂണിയൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അസോസിയേറ്റീവ് ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് അതിന്റെ മീനിങ്. എന്താണ് അസോസിയേറ്റീവ് ലോ? അത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി നന്നായിട്ട് അറിയുന്ന അഡീഷനെ കുറിച്ച് ഞാൻ പറയാം. അതായത് 2 + 5 + 7 ഈ മൂന്ന് നമ്പേഴ്സ്, അല്ലെങ്കിൽ 2 + 5 + 8 ഇങ്ങനെ ആയിക്കോട്ടെ. ഈ മൂന്ന് നമ്പേഴ്സും നിങ്ങളോട് ആഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഈ മൂന്ന് നമ്പേഴ്സും ഒറ്റയടിക്ക് ഒരുമിച്ചാണ് ആഡ് ചെയ്യാണോ ചെയ്യാം? അല്ലല്ലോ. ആദ്യം നിങ്ങൾ ചെയ്യണം എന്താണ്? ആദ്യം 5ഉം 2ഉം 5ഉം ആഡ് ചെയ്യും. എന്നിട്ട് അപ്പൊ 7 കിട്ടും. ആ 7ഉം 8ഉം ആഡ് ചെയ്യല്ലേ ചെയ്യാം. ആദ്യം ഏതെങ്കിലും രണ്ടെണ്ണം ആഡ് ചെയ്തിട്ട് അതിന് മൂന്നാമത്തതിനോട് ആഡ് ചെയ്യാനാണ് സാധാരണ ചെയ്യല്. അപ്പൊ അസോസിയേറ്റീവ് ലോ പറയുന്നത് എന്താണെന്ന് അറിയോ? നിങ്ങള് ആദ്യം ഈ 5ഉം 8ഉം തമ്മിൽ ആഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? 5ഉം 8ഉം തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക 2 + 5 + 8 എന്താ? 13. 2 + 13 become 15. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് 15 കിട്ടി. അങ്ങനെയെങ്കിൽ നിങ്ങളോട് 2 + 5 + 8 ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ വേറൊരാൾ ഇങ്ങനെയാണ് ആഡ് ചെയ്തിരിക്കും. ആദ്യം ഈ 2ഉം 5ഉം തമ്മിൽ ആഡ് ചെയ്യും. എന്നിട്ട് അതിനെ 8നോട് ആഡ് ചെയ്താൽ എന്താണ് കിട്ടുക? 2 + 5 7 + 8 7 + 8 എന്താ? 15. രണ്ടിന്റെയും ആൻസർ സെയിം അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം 2 + 5 + 8 = 2 + 5 + 8 എന്ന് പറയാം. ഈ ലോനെ പറയുന്ന പേരാണ് അസോസിയേറ്റീവ് ലോ. ഇവിടെ ഞാനിങ്ങനെ ഇവിടുത്തെ ബ്രാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആദ്യം അവരെ തമ്മിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ അവരെ തമ്മിലാണ് ആദ്യം ആഡ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ 5ഉം 8ഉം തമ്മിലാണ് ആദ്യം ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മീനിങ് ആണ് ഈ ബ്രാക്കറ്റിനുള്ളത്. അങ്ങനെയെങ്കിൽ യൂണിയന്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ
മൂന്ന് സെറ്റുകൾ യൂണിയൻ എടുക്കാൻ വന്നു. എ യൂണിയൻ ബി യൂണിയൻ സി. അതിന്റെ മീനിങ് എന്താ? എയിലും ബിയിലും സിയിലും ഉള്ള എല്ലാ എലമെന്റ്സിനെയും കോമൺ നിരത്തി എന്താ എഴുതുന്ന പരിപാടിയെ പറയുന്ന പേരാണ് എ യൂണിയൻ ബി യൂണിയൻ സി. അങ്ങനെ ചെയ്യുന്നതിന് പകരം എങ്ങനെ ചെയ്താലും മതി, ഇതിലുള്ള ഏതെങ്കിലും രണ്ടെണ്ണം തമ്മിൽ യൂണിയൻ എടുക്കാം, ബി യൂണിയൻ സി എടുക്കാം, എന്നിട്ട് അതിനെ എയുമായിട്ട് യൂണിയൻ ചെയ്യാം. അങ്ങനെ കിട്ടുമ്പോൾ ഉള്ള സെറ്റും ഇനി നിങ്ങൾ എ യൂണിയൻ ബി ആദ്യം ചെയ്തതിന് ശേഷം അതിനെ സീനുമായിട്ട് യൂണിയൻ എടുത്താൽ കിട്ടുന്ന സെറ്റും ഈക്വൽ ആയിരിക്കും. അതായത് ഈ സെറ്റുകള് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇതാണ് അസോസിയേറ്റീവ് ലോ. ഇനി തേർഡ് പ്രോപ്പർട്ടി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു സബ്സെറ്റ് എന്നുള്ളതിന്റെ മീനിങ് ഞാൻ പറഞ്ഞു. അതായത് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ, ഇനി വെൻ ഡയഗ്രം വെച്ചിട്ട് ആലോചിച്ച് നോക്ക്, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എയിലുള്ള എല്ലാ ആൾക്കാരും ബിയിലുണ്ട്. അങ്ങനെയെങ്കിൽ വെൻ ഡയഗ്രം വെച്ച് പറയുകയാണെങ്കിൽ എ എന്നുള്ള സെറ്റ് ബി എന്നുള്ള സെറ്റിന്റെ ഉള്ളിലാണെന്നല്ലേ മീനിങ്? എ എന്നുള്ള സെറ്റ് ബി എന്നുള്ള സെറ്റിന്റെ ഉള്ളിലാണെന്ന മീനിങ്. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സാധാരണ കേസിന് ഇതിപ്പോ ഒരു സ്പെഷ്യൽ കേസ് മാത്രമാണ്. ഇനി എ യൂണിയൻ ബി വരുന്ന സാധാരണ കേസ് എടുത്തു. അങ്ങനെയെങ്കിൽ ഈ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മുഴുവനായിട്ട് വരുന്ന ഈ ടോട്ടൽ റീജിയൻ അല്ലേ എ യൂണിയൻ ബി. ഈ എ യൂണിയൻ ബി എന്നുള്ള ടോട്ടൽ റീജിയന്റെ ചെറിയൊരു പോർഷൻ മാത്രല്ലേ ഈ എ എന്നുള്ള സർക്കിള്. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാം ഈ എ യൂണിയൻ ബി എന്നുള്ള ടോട്ടൽ ഭാഗത്തിന്റെ ഉള്ളിലാണ് ഈ എ എന്നുള്ള സർക്കിൾ എന്ന് എനിക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ? അങ്ങനെയെങ്കിൽ എനിക്ക് പറയാം എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി. ഇതേപോലെ ബി എന്നുള്ള സർക്കിൾ എ യൂണിയൻ ബി എന്നുള്ള മൊത്തം പോർഷന്റെ ഉള്ളിലാണെന്ന് എനിക്ക് പറയാം. അല്ലെങ്കിൽ ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി, ഈ രീതിയിലും എനിക്ക് പറയാം. അല്ലെങ്കിൽ വേറെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ടെങ്കിലാണ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഇനി എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലും ബിയിലുള്ള എല്ലാ എലമെന്റ്സും ഉള്ള സെറ്റാണ് എ യൂണിയൻ ബി. അങ്ങനെയാണെങ്കിൽ അതിൽ എയിലുള്ള എലമെന്റ്സ് ഉണ്ടാവൂലേ? അതുകൊണ്ട് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി എന്ന് പറയാം. ഇതിൽ ഏതിലുള്ള എലമെന്റ്സ് ഉണ്ടാകും? ബിയിലുള്ള എലമെന്റ്സ് ഉണ്ടാകും. അതുകൊണ്ട് ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി എന്നും വേണമെങ്കിൽ പറയാം. ഇത് പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ്. ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. എടാ ഈ ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഐഡന്റിക്കൽ ഒരേപോലുള്ളത് അല്ലെ? ഐഡന്റിക്കൽ ട്വിൻസ് എന്നൊക്കെ കേട്ടില്ലേ? ഐഡന്റിക്കൽ ട്വിൻസിന്റെ പ്രത്യേകത എന്താ? രണ്ടാൾ ഐഡന്റിക്കൽ ട്വിൻസ് ആണെന്ന് പറഞ്ഞാൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എത്തി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, തിരിച്ചറിയാൻ സാധിക്കൂല. അത്തരം ട്വിൻസിനെയാണ് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഞാനൊരു നമ്പർ എടുത്തു. 5 എന്നുള്ള ഒരു നമ്പറിന്റെ ഐഡന്റിക്കൽ ട്വിൻ ആരാ? അത് 5 തന്നെ അല്ലേ? കാരണം എന്താ? നിങ്ങൾ 55 എന്നുള്ള ഒരു നമ്പർ എടുത്തു. ആ 55ലുള്ള രണ്ട് നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എത്തി കഴിഞ്ഞാൽ വീണ്ടും 55 തന്നെ വായിക്കുക, തിരിച്ചറിയാൻ കഴിയുമോ? നേരെ മറിച്ച് 35 എടുത്തു. ആ 35ലുള്ള 3നെയും 5നെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എത്തി കഴിഞ്ഞാൽ പിന്നെ അതിനെ വായിക്കുക 53 എന്നാണ്. മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഉദ്ദേശിത്ര മാത്രമാണ്. ഏതൊരു നമ്പറിന്റെയും ഐഡന്റിക്കൽ ട്വിന് ആ നമ്പർ തന്നെയാണ്. അങ്ങനെയെങ്കിൽ എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ യൂണിയനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് സാധാരണ അഡീഷന്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ 5 എന്നുള്ള നമ്പർ എടുത്തു. ആ ഒരു നമ്പറിനോട് ഏതോ ഒരു നമ്പർ ആഡ് ചെയ്ത സമയത്ത് എനിക്ക് ഈ 5ന്റെ ഐഡന്റിക്കൽ ട്വിനെ കിട്ടി. ആരതിന്റെ ഐഡന്റിക്കൽ ട്വിന്? 5 എന്നല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ആഡ് ചെയ്ത നമ്പറിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് അഡീഷൻ. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ ആരെയാണ് ആഡ് ചെയ്തിട്ടുണ്ടാവുക? 0 എന്നുള്ള ഒരു നമ്പറിനല്ലേ ആഡ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ 0നെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് അഡീഷൻ. സിംപ്ലി അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയും. അഡിറ്റീവ് ഐഡന്റിറ്റി അല്ലെങ്കിൽ ഐഡന്റിറ്റി എലമെന്റ് അങ്ങനെ പറഞ്ഞാലും മതി. ഐഡന്റിറ്റി എലമെന്റ് ഓഫ് അഡീഷൻ അല്ലെങ്കിൽ അഡിറ്റീവ് ഐഡന്റിറ്റി.
ഇനി ഞാൻ വേറൊരു ഓപ്പറേഷൻ എടുത്തു, മൾട്ടിപ്ലിക്കേഷൻ. 7 എന്നുള്ള നമ്പർ, 7 എന്നുള്ള ഒരു നമ്പറിനോട് ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് ഈ 7ന്റെ ഐഡന്റിക്കൽ ട്വിന്നിനെ കിട്ടി. ആരാടാ 7ന്റെ ഐഡന്റിക്കൽ ട്വിന്ന്? 7 തന്നെ അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, സിംപ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അങ്ങനെയെങ്കിൽ ആരെയാണ് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവുക? 1നെ മൾട്ടിപ്ലൈ ചെയ്താലല്ലേ 7 × 1 അല്ലേ 7 കിട്ടുക. അങ്ങനെയെങ്കിൽ ഈ 1നെ പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അപ്പൊ ഐഡന്റിറ്റി എന്താണ് എന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ഞാൻ യൂണിയനിലേക്ക് വരാം. എ എന്നുള്ള ഒരു സെറ്റിനെ ഇവിടുത്തെ ഓപ്പറേഷൻ അഡീഷൻ ആയിരുന്നു, ഇവിടുത്തെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഇനി ഇവിടുത്തെ ഓപ്പറേഷൻ ഞാൻ പറയാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? യൂണിയൻ എന്നുള്ള ഒരു ഓപ്പറേഷനെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ എ എന്നുള്ള സെറ്റിനോട് ഏതോ ഒരു സെറ്റിനെ യൂണിയൻ ഓപ്പറേഷൻ നടത്തിയ സമയത്ത്, എ എന്നുള്ള സെറ്റുമായിട്ട് വേറെ ഏതോ ഒരു സെറ്റിനെ യൂണിയൻ ഓപ്പറേഷൻ നടത്തിയ സമയത്ത് ഇതിന്റെ ഐഡന്റിക്കൽ ട്വിന്നിനെ കിട്ടി. എ എന്നുള്ള സെറ്റിന്റെ ഐഡന്റിക്കൽ ട്വിൻ ഏതാ? എ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ആരെയാണോ യൂണിയൻ ഓപ്പറേഷൻ നടത്തിയത് അതിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് യൂണിയൻ. ആരെയായിരിക്കും അവിടെ ഞാൻ യൂണിയൻ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടാവുക? അതായത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെന്റ്സിനെയും എഴുതും, പിന്നെ അടുത്തതോ ബിയിലുള്ള എല്ലാ എലമെന്റ്സിനെയും നിരത്തി എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? യൂണിയൻ കിട്ടുക. അങ്ങനെയെങ്കിൽ ഇവിടെ ഉള്ള സെറ്റിനെ യൂണിയൻ എടുത്താൽ ഈ എയിൽ ഒരു ചേഞ്ചും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആളെ ഉള്ളില് ഈ ബി എന്നുള്ള സെറ്റിന്റെ സ്ഥാനത്ത് ഉള്ള സെറ്റിന്റെ ഉള്ളില് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒന്നും ഇല്ലാതിരുന്നാലാണ് എയിലും ബിയിലുള്ള എലമെന്റ്സിനെ കോമട്ട് ഇങ്ങനെ എഴുതുന്ന സമയത്ത് എയിലുള്ള എലമെന്റ് മാത്രമേ എഴുതാനുണ്ടാവുള്ളൂ, ബിയിലുള്ള എലമെന്റ്സ് എഴുതാനുണ്ടാവൂല. അങ്ങനെയെങ്കിൽ ഈ സെറ്റ് എന്താവണം? ഫൈ ആവണം, എംപ്റ്റി സെറ്റ് ആവണം. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഫൈ ആണ്. ഈ ഫൈനെ പറയുന്ന പേരാണ് എന്ത്? ഐഡന്റിറ്റി എലമെന്റ് ഓഫ് യൂണിയൻ എന്ന് പറയും. അതോടെ എ യൂണിയൻ ഫൈ ഇസിക്കൽ ടു എ ആയ പോലെ എങ്ങനെയും പറയാം, ഫൈ യൂണിയൻ എ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? എ തന്നെയാണ്. ഏതുപോലെ 5+0 എന്നുള്ളത് 5 ആയ പോലെ 0+5 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ്. ജസ്റ്റ് ഒന്ന് നോക്ക്, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ പ്രോപ്പർട്ടി. എ എന്നുള്ള സെറ്റിനെ ഞാൻ എ എന്നുള്ള സെറ്റുമായിട്ട് യൂണിയൻ എടുത്താൽ എന്താ കിട്ടുക? അതായത് എ യൂണിയൻ ബി എന്ന് അറിയുന്ന സമയത്ത് എന്താ, എയിലും ബിയിലുള്ള എല്ലാ എലമെന്റ്സിനും നേരത്തെ എഴുതുന്ന പരിപാടിയാണ് എ യൂണിയൻ ബി. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ എ എന്ന് പറഞ്ഞാലോ എയിലെയും എല്ലാ എലമെന്റ്സിനും നേരത്തെ എഴുതാം. അതായത് അപ്പൊ എന്താ കിട്ടുക? എ തന്നെ അല്ലടാ കിട്ടുക. കാരണം എക്സാമ്പിള് A1 2 3 ആണെന്ന് എഴുതിക്കോ. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ എ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? സെറ്റ് 1 2 3 യൂണിയൻ 1 2 3 ഇതിലുള്ള രണ്ടിലെ എലമെന്റ്സിനെ നേരത്തെ എഴുതുമ്പോൾ 1 2 3 പിന്നെയും 1 2 3 എഴുതും. കാരണം 1 ഇവിടെ ഓൾറെഡി ഉപയോഗിച്ചു, 2 ഇവിടെ ഓൾറെഡി ഉപയോഗിച്ചു, 3 ഇവിടെ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 2 3 തന്നെയല്ലേ കിട്ടുക? അതായത് എ യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എന്താ? എ. അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? കാരണം എ യൂണിയൻ ബിയുടെ കറക്റ്റ് ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അങ്ങനെയെങ്കിൽ എ യൂണിയൻ എ ഇക്വൽ ടു എ ആണ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി പറയുന്നത് തന്നെ പൊട്ടത്തരാണ്. അതുകൊണ്ട് ഇതിനെ ഐഡംപൊട്ടന്റ് ലോ എന്നാണ് പറയാ. ഐഡംപൊട്ടന്റ് ലോ ഞാൻ ഓർത്തു വെക്കാൻ വേണ്ടിട്ട് പറയുന്ന കേട്ടോ, ഐഡംപൊട്ടന്റ് ലോ. അപ്പൊ ഐഡംപൊട്ടന്റ് ലോ എന്ന് പറയുമ്പോൾ എ യൂണിയൻ എ ഇക്വൽ ടു എ, അതിനെയാണ് ഐഡംപൊട്ടന്റ് ലോ എന്ന് പറയുന്നത്. ഇനി യൂണിയനില് ലാസ്റ്റ് ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്, 6th പ്രോപ്പർട്ടി. ലോ ഓഫ് യൂണിയൻ എന്ന് വേണമെങ്കിൽ പറയാം. ലോ ഓഫ് യു പറയുന്നത് ഇത്ര മാത്രമാണ്. എ
യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ്. ലോ ഓഫ് യു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ യൂണിവേഴ്സൽ സെറ്റിന്റെ യു ആട്ടോ. അപ്പൊ നമ്മൾ യൂണിയനും യൂണിവേഴ്സൽ സെറ്റും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ വ്യത്യാസം വരുത്തിയാണ് ഈ രീതിയിൽ. അപ്പൊ എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് ആൻസർ വരിക? അതായത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, എ യൂണിയൻ ബി എന്ന് പറയുന്ന സമയത്ത് എയും ബിയും യൂണിയൻ എടുത്താൽ അതിലുള്ള ഫുൾ ആൾക്കാർ വരും. അതായത് വെൻ ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് അത് മുഴുവനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വെൻ ഡയഗ്രാം നമ്മൾ എന്ത് ചെയ്യാം, വരയ്ക്കാം. അങ്ങനെയെങ്കിൽ ഇപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റെക്ടാങ്കിൾ അല്ലേ യൂണിവേഴ്സൽ സെറ്റ്? എ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ഒരു സെറ്റ് മാത്രമാണ് എന്ത്, എ എന്ന് പറഞ്ഞാല്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താ, അത് രണ്ടും ഉൾപ്പെടുത്തുന്ന ഫുള്ള് ഭാഗം ഷെയ്ഡ് ചെയ്യല്ലേ ചെയ്യാം. ആ ഫുള്ള് ഭാഗം ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, യൂണിവേഴ്സൽ സെറ്റിനല്ലേ കിട്ടുക. അതായത് യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സിനെയും എയിലുള്ള എലമെന്റ്സിനെയും ഫുള്ളായിട്ട് നിരത്തിയാണ്ട് എഴുതുന്ന സമയത്ത് യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും എയിലുള്ള എല്ലാ എലമെന്റ്സും ഏതിലുണ്ടാകും, യൂണിവേഴ്സൽ സെറ്റിലുണ്ടാകും. അതുകൊണ്ട് ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന സെറ്റ് എന്തിനായിരിക്കും, യൂണിവേഴ്സൽ സെറ്റിനായിരിക്കും. അതായത് എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. ഇതാണ് ലാസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് യൂണിയനിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ്, രണ്ടാമത്തെ ഓപ്പറേഷൻ ആണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. ഇവിടെ ഇന്റർസെക്ഷൻ എന്നുള്ളതിനെ സാധാരണ ഡിനോട്ട് ചെയ്ത ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ യൂണിയന്റെ നേരെ അങ്ങനത്തെ ഓപ്പോസിറ്റുള്ള ഒരു സിമ്പിളാണ് ഇന്റർസെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇന്റർസെക്ഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആ എ എന്നുള്ള സെറ്റിന്റെയും ബി എന്നുള്ള സെറ്റിന്റെയും കോമൺ എലിമെന്റ്സിനെ പറയുന്ന പേരാണ് ഇന്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി. അതിനെ ഡിനോട്ട് ചെയ്യൽ എങ്ങനെയാണ്, എ ഇന്റർസെക്ഷൻ ബി. എന്റെയും ബിയിലെയും കോമൺ എലിമെന്റ്സിനെ എ ഇന്റർസെക്ഷൻ ബി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ സംഗതി നിങ്ങൾക്ക് റെഡിയാവും. അതായത് നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എ എന്നുള്ള സെറ്റ് ഏതായിരുന്നു 1 3 5, ബി എന്നുള്ള അനദർ സെറ്റ് 2 3 6. അങ്ങനെയെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിൽ എടുത്ത് ചെയ്താ. ഇതിൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാ, 3 അല്ലേ കോമൺ ആയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3. ഇങ്ങനെയാണ് എ ഇന്റർസെക്ഷൻ ബി ചെയ്താ. എടാ അങ്ങനെയെങ്കിൽ ഇതിന് എനിക്കൊരു ഡെഫിനിഷൻ ഉണ്ടാകണം. അതായത് കോമൺ എലമെന്റ്സിന് എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതെന്തായി, എ ഇന്റർസെക്ഷൻ ബി ആയി. അങ്ങനെയെങ്കിൽ ഇതിനൊരു ഡെഫിനിഷൻ ഞാൻ ഉണ്ടാക്കുകയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാൻ, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാൻ, ഇതിന്റെ ഉള്ളിലുള്ളവരൊക്കെ എന്താണ്, എക്സുകളാണ്. ഇനി ആ എക്സുകളുടെ പ്രത്യേകത എന്താ, ആ എക്സ് അതായത് ഇതിന്റെ ഉള്ളിലുള്ളവരൊക്കെ എന്താണ്, 3 ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ആ 3ന്റെ പ്രത്യേകത എന്താ, അത് എയിലുണ്ട് ആൻഡ് ബിയിലുണ്ട്. രണ്ടിലും ഉണ്ടായാൽ മാത്രമേ അത് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇതിലുള്ളവരൊക്കെ എക്സുകളാണ്. ആ എക്സ് എയിലുണ്ടാകണം ആൻഡ് ഓറല്ല ഇവിടെ ഉപയോഗിക്കുക, ഏതെങ്കിലും ഒന്നിലുണ്ടായാൽ പോരാ, രണ്ടിലുണ്ടാകണം. അതായത് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഇങ്ങനെയാണ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഡെഫിനിഷൻ വരിക. ഇനി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളോട് പറയാണ്, നിങ്ങളോട് ഒരാൾ പറഞ്ഞു എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് നിങ്ങളോട് പറഞ്ഞാൽ അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ, എക്സ് എന്നുള്ള ഒരാള് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ട് എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം എക്സ് എന്നുള്ള ആള് എയിലും ഉണ്ട് ആൻഡ് ബിയിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവുള്ളൂ. നിങ്ങളോട് പറഞ്ഞു 3 എന്നുള്ള ഒരാൾ എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ആ 3 എന്നുള്ള എലമെന്റ് എ എന്നുള്ള സെറ്റിലുണ്ട് ബി എന്നുള്ള സെറ്റിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഒരാൾ പറഞ്ഞു എക്സ് എന്നുള്ള ഒരാൾ എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു 2 എന്നുള്ള എലമെന്റ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല എന്ന് നിങ്ങളോട് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുക, ഈ 2 എന്നുള്ള എലമെന്റ് എയിലും ഇല്ല ബിയിലും ഇല്ല എന്നാണ് മനസ്സിലാക്കുക. ഒന്നുകിൽ എയിലുണ്ടാവൂല അല്ലെങ്കിൽ ബിയിലുണ്ടാവൂല, ചിലപ്പോ രണ്ടിലും ഉണ്ടാവൂല. അതുകൊണ്ട് എങ്ങനെ പറഞ്ഞാൽ മതി, 2 നോട്ട് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ അതായത് ഈ സെറ്റിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ മതി, 2 നോട്ട് ബിലോങ്സ് ടു എ ഓർ 2 നോട്ട് ബിലോങ്സ് ടു ബി. ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റിൽ 2 ഇല്ലാതിരുന്നാൽ തന്നെ എ ഇന്റർസെക്ഷൻ ബിയിൽ 2 ഉണ്ടാവൂല. അങ്ങനെയെങ്കിൽ എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് ബിലോങ്സ് ടു എ
ഓർ എക്സ് നോട്ട് ബിലോങ്സ് ടു ബി എന്നാണ് അതിനെ പറയാം. ഇനി അത്രയും കാര്യങ്ങളാണ് എ ഇന്റർസെക്ഷൻ ബിയിൽ മെയിൻ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി അതിന്റെ വെൻ ഡയഗ്രം റെപ്രസെന്റേഷൻ ഒന്ന് നോക്കണം. ജസ്റ്റ് ഒന്ന് ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കാം. റെഡി? ഇനി ഞാൻ ഈ എക്സാമ്പിളിന്റെ വെൻ ഡയഗ്രം വരച്ചത് ഓർമ്മ ഉണ്ടല്ലോ. അതിന്റെ യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സിന് ഞാൻ എഴുതുന്നില്ല, വെറുതെ യൂണിവേഴ്സൽ സെറ്റ് ഇങ്ങനെ വരക്കാണ്. എ എന്നുള്ള സെറ്റ് ഇങ്ങനെയാണ്, ബി എന്നുള്ള സെറ്റ് ഇതാണ്, എ ഇത് ബി ഇത്. അങ്ങനെയെങ്കിൽ 1 3 5 അതോ 2 3 6 ഇങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്? അങ്ങനെയെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 3 മാത്രമല്ലേ ഉള്ളത്. ഈ 3നെ, അതായത് രണ്ടിലും ഒരേപോലെ വരുന്ന എലമെന്റ്സിനെ ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്റ്റിംഗ് പോർഷനിലല്ലേ നമ്മൾ കൊടുക്കാറ്. അങ്ങനെയാണെങ്കിൽ ഇന്റർസെക്ഷന്റെ വെൻ ഡയഗ്രം റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ പോർഷനിലാണ് എന്ത് ചെയ്യാം വരിക. അപ്പോ വെൻ ഡയഗ്രം റെപ്രസെന്റേഷൻ ഇങ്ങനെ വരും. ഇതിൽ നമ്പേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ജനറലി ഇങ്ങനെയാണ് ഇന്റർസെക്ഷൻ വരുന്നത്. ഇനി ഇതിൽ കുറച്ച് നോട്ട്സ് മനസ്സിലാക്കാം. ഒരു നോട്ട് മനസ്സിലാക്കാറുണ്ട്. നിങ്ങളോട് പറഞ്ഞു, അതായത് നോട്ട് മനസ്സിലാക്കാതെ ഡിസ്ജോയിന്റ് സെറ്റ്സ്, അതായത് നിങ്ങളോട് പറഞ്ഞു രണ്ട് സെറ്റുകൾ ഡിസ്ജോയിന്റ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അറിയോ? ഡിസ്ജോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു രണ്ടേകരത്തിൽ ഒരു ജോയിനിങ്ങും ഇല്ലാതെ കിടക്കുന്ന സെറ്റിനെ പറയുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ്. ഇത് ജോയിനിങ് ഉണ്ട്, ഇതിന് ജോയിനിങ് ഇല്ല. ജോയിനിങ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനെന്തില്ല? കോമൺ പോർഷൻ ഇല്ല. കോമൺ പോർഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബിന്റെ ഭാഗമില്ല. അതായത് എ ഇന്റർസെക്ഷൻ ബി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഒരു നൾ സെറ്റ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ്. അതായത് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ആകുന്ന സെറ്റിനെ പറയുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു, ഒരു സി എന്നുള്ള ഒരു സെറ്റ്, ഒരു 2 4 6. ഡി എന്നുള്ള അനദർ സെറ്റ് 1 3 5. ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും. അങ്ങനെയെങ്കിൽ സി ഇന്റർസെക്ഷൻ ഡി ഇതിലുള്ള കോമൺ എലമെന്റ്സ് ഏതാ? ഒരു നമ്പർ പോലും ഇതിൽ കോമൺ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുക ഒരു എംപ്റ്റി സെറ്റ് ആണ് കിട്ടുക, 5 ആണ് കിട്ടുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാം ഹിയർ സി ആൻഡ് ഡി ആർ ഡിസ്ജോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു സെറ്റ് ഡിസ്ജോയിന്റ് ആണെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഡിസ്ജോയിന്റ് സെറ്റിന്റെ കേസിലാണ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0 ആക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്റർസെക്ഷനിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റർസെക്ഷൻ. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇനി കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞിരുന്നു 2+3 എന്ന് പറഞ്ഞാലും 3+2 എന്ന് പറഞ്ഞാലും ഈക്വൽ ആണെങ്കിൽ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയും. 5 - 3ഉം 3 - 5ഉം ഈക്വൽ അല്ലാത്തത് കൊണ്ട് സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. ഇത് യൂണിയനിൽ പഠിച്ചിട്ടുണ്ട്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാലും ബി യൂണിയൻ എ എന്ന് പറഞ്ഞാലും ഈക്വൽ ആയത് കാരണം യൂണിയൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അങ്ങനെയെങ്കിൽ അത് ഇന്റർസെക്ഷന്റെ കേസിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബി ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കിട്ടുന്ന ആൻസർ എന്താ? രണ്ട് സെറ്റും സെയിം ആണ്. അതുകൊണ്ട് ഇതിന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. സിമിലർലി രണ്ടാമത്തായിട്ടാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അതായത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അതായത് ഇത് രണ്ട് ഇന്റർസെക്ഷൻ എടുത്തിട്ട് അതിൽ എയുമായിട്ട് ഇന്റർസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും എയും ബിയും ഇന്റർസെക്ഷൻ എടുത്തതിന് ശേഷം അതിനെ സിയുമായിട്ട് ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാലും കിട്ടുന്ന സെറ്റ് സെയിം ആണ്. ഇനി അടുത്തത് മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എ ഇന്റർസെക്ഷൻ എ. നേരത്തെ എ യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എ തന്നെയല്ലേ? അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെ? എ ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താ? എയും എയും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് എന്താ? എ തന്നെയല്ലേ? ഇങ്ങനെ പറയുന്നത് തന്നെ
പൊട്ടത്തരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ലേ. അതായത് അതിനെ പറയുന്ന പേര് എന്തായിരുന്നു? ഐഡംപൊട്ടന്റ് ലോ. ഐഡംപൊട്ടന്റ് ലോ. നാലാമത്തെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു എ ഇന്റർസെക്ഷൻ യു, യൂണിവേഴ്സൽ സെറ്റും എയും തമ്മിൽ ഇന്റർസെക്ഷൻ എടുത്തു. എന്താണ് കിട്ടുക? യൂണിവേഴ്സൽ സെറ്റിലും എയിലുള്ള കോമൺ റീജിയൻ. അതായത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്, ഇതാണ് എ എന്നുള്ള സെറ്റ്. ഈ റെക്ടാങ്കിളിലും ഈ സർക്കിളിലും രണ്ടിലും കൂടി വരുന്ന കോമൺ ആയിട്ടുള്ള റീജിയൻ ഏതാ? അത് ഈ സർക്കിൾ തന്നെയല്ലേ, രണ്ടിലും കൂടി കോമൺ ആയിട്ട് വരുന്നത്. അതായത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് സൂപ്പർ സെറ്റ് ഓഫ് ഓൾ സെറ്റ്സ്. അങ്ങനെയാണെങ്കിൽ എ എന്നുള്ള സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ഏതിലുണ്ടാകും? യൂണിവേഴ്സൽ സെറ്റിലുണ്ടാകും. അങ്ങനെയെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിലും എയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എയിലുള്ള എല്ലാ എലമെന്റ്സും വരൂലേ? വിച്ച് ഈസ് ഈക്വൽ ടു എ. ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി അഞ്ചാമതായിട്ട് എ ഇന്റർസെക്ഷൻ 5 എയിലും എം ടി സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഉള്ളിൽ ആരും ഇല്ലല്ലോ. ആരും ഇല്ലാത്ത ഒരു സെറ്റിലും അതേപോലെ എ എന്നുള്ള സെറ്റിലും ആരൊക്കെയാണ് കോമൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കോമൺ എലമെന്റ്സ് ഉണ്ടാകുമോ? ഉണ്ടാകൂല. അങ്ങനെയെങ്കിൽ ഇതിലുള്ള കോമൺ എലമെന്റ്സ് ഇല്ലാത്തത് കാരണം നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു എം ടി സെറ്റിനായിരിക്കും. എ ഇന്റർസെക്ഷൻ 5 ഈക്വൽ ടു 5. ഇനി ഇതില് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പഠിക്കാനുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അത് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് 2 × x+y ചോദിച്ചു. ഇതിനെങ്ങനെ നിങ്ങൾ എഴുതാറ്? ആ 2നെ ഇതിന്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ. ഇതിനാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് ശരിക്കും പറയാം. അതായത് 2x + 2y. ഇനി നിങ്ങളോട് ഞാൻ ചോദിച്ചു 5 × x - y ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? ഈ 5നെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ എന്ത് വരും? 5x - 5y എന്നല്ലേ പറയാം. അങ്ങനെയെങ്കിൽ ഇവിടെ 2x + 2y, ഈ പ്ലസ് വരാൻ കാരണം എന്താണ്? ഈ പ്ലസ് അല്ലേ. ഈ മൈനസ് വരാൻ കാരണം എന്താണ്? ഈ മൈനസ് അല്ലേ. ഇനി ഇവിടെ ഇൻറ്റു വരാൻ കാരണം എന്താണ്? ഈ 2ന്റെയും ബ്രാക്കറ്റിന്റെയും ഇടയിലുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ആ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാം. 2 × x + 2 × y, 5 × x - 5 × y. അങ്ങനെയെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നതാണ് A യൂണിയൻ B ഇന്റർസെക്ഷൻ C ഈസ് ഈക്വൽ ടു. ഞാൻ എനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഈ ബ്രാക്കറ്റിന്റെ പുറത്തുള്ള ഓപ്പറേഷൻ യൂണിയൻ അല്ലേ. അങ്ങനെയെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട A യൂണിയൻ B കണ്ടോ? A യൂണിയൻ B. പിന്നെ ഇവിടെ ഉള്ള ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ. ഇനി എനെ വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് A യൂണിയൻ C ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അത് മാത്രമല്ല, വേറെ ഒന്നും കൂടി വരാം. ഇങ്ങനെ ചെയ്യാം. ഇവിടെ യൂണിയൻ എടുക്കുന്ന വേറെ A ഇന്റർസെക്ഷൻ ഓഫ് B യൂണിയൻ C. ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ A ഇന്റർസെക്ഷൻ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ A ഇന്റർസെക്ഷൻ B യൂണിയൻ A ഇന്റർസെക്ഷൻ C എന്ന് വരും. ഇതിനെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇത്രയും പ്രോപ്പർട്ടീസ് ഇന്റർസെക്ഷനിൽ പഠിക്കാനുണ്ട്. സെറ്റിലെ അടുത്ത ഓപ്പറേഷൻ ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. എടാ എ എന്നുള്ള സെറ്റിന്റെയും ബി എന്നുള്ള സെറ്റിന്റെയും ഡിഫറൻസിനെ A - B എന്നാണ് ഡിനോട്ട് ചെയ്യാം. A - B. അതിന്റെ മീനിങ് A - B എന്ന് പറഞ്ഞാൽ എ എന്നുള്ള സെറ്റിൽ ഉള്ളതും ബി എന്നുള്ള സെറ്റിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റിനെ പറയുന്ന പേരാണ് A - B. And A - B is the set of all those elements of A which do not belong to B. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി റെഡിയാവും. അതായത് A എന്നുള്ള സെറ്റ് നേരത്തെ എക്സാമ്പിൾ തന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 1 3 5. B എന്നുള്ള സെറ്റ് 2 3 6. അങ്ങനെയെങ്കിൽ A - B എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് A എന്നുള്ള സെറ്റിൽ നിന്നും ബിയിലുള്ള ആൾക്കാരെ ഒഴിവാക്കാണ്. എടാ എ എന്നുള്ള സെറ്റിലുള്ള എലമെന്റ്സ് ഏതാ? 1 3 5. ഇതിന് ബിയിലുള്ള വല്ല എലമെന്റ്സ് ഉണ്ടോ? 3 ഇല്ലേ. ബി എന്നുള്ള സെറ്റിലുള്ള 3 എന്നുള്ള എലമെന്റ് ഇതിലുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ A - B കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 1 3 5 എന്നുള്ള സെറ്റിൽ നിന്ന് ആ 3നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എലമെന്റ്സ് അതേതാ? 1 5 അല്ലേ. ഇതിനെ പറയുന്ന പേരാണ്
ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. അങ്ങനെയെങ്കിൽ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ബി എന്നുള്ള സെറ്റിൽ നിന്നും എ എന്നുള്ള സെറ്റിലുള്ള എലമെന്റിനെ ഒഴിവാക്കുക. ഈ ബി എന്നുള്ള സെറ്റില് എയിലുള്ള എലമെന്റ് ഏതാണുള്ളത്? 3 അല്ലേ ഉള്ളത്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബി മൈനസ് എ എന്നുള്ള സെറ്റ് എന്തായിരിക്കും? 2,6 എന്നാ വരിക. അങ്ങനെയെങ്കിൽ എ മൈനസ് ബിക്ക് നിങ്ങളൊരു ഡെഫിനിഷൻ കൊടുക്കണം. എങ്ങനെ കൊടുക്കാം? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ സെറ്റാണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇതിന്റെ ഉള്ളിലുള്ളവരൊക്കെ എന്താണ്? എക്സുകളാണ്. ആ എക്സുകളുടെ പ്രത്യേകത എന്താ? എക്സ് ബിലോങ്സ് ടു എ. ആ എക്സ് എന്നുള്ളത് എയിൽ ഉണ്ടാകണം, പക്ഷെ എന്തിനുണ്ടാവരുത്? ബിയിൽ ഉണ്ടാവരുത്. അപ്പൊ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. ഇത്തരം സെറ്റിനെ പറയുന്ന പേരാണ് എ മൈനസ് ബി. എടാ നേരത്തെ വെൻ ഡയഗ്രം കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെൻ ഡയഗ്രത്തില് ഇപ്പോ ഈ ഒരു എക്സാമ്പിളിന്റെ വെൻ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? 1 3 5 അല്ലെ? 1 3 5 2 3 6 ഇങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്? ഈ സെറ്റ് എ, ഈ സെറ്റ് ബി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എ മൈനസ് ബി ചെയ്ത സമയത്ത് 1 5 ഈ ഭാഗമല്ലേ വന്നത്? അപ്പൊ ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് എ മൈനസ് ബി. കാരണം എന്താ? ഈ എ എന്നുള്ള സെറ്റിൽ നിന്നും ബി എന്നുള്ള സെറ്റിലുള്ള ഈ പോർഷനെ ഒഴിവാക്കിയ സെറ്റിനെ പറയുന്ന പേരാണ് എ മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എ എന്നുള്ളത് എന്താ? 2 6 അല്ലേ? ആ ബി മൈനസ് എ എന്നുള്ള പോർഷൻ അല്ലേ വരുന്നത്? അതെന്താ അങ്ങനെ വരാൻ കാരണം? ബി എന്നുള്ള സെറ്റിൽ നിന്ന് എന്റെ പോർഷൻ ഒഴിവാക്കിയത്, ഇതിനെ പറയുന്ന പേരാണ് ബി മൈനസ് എ. അങ്ങനെയെങ്കിൽ വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻ നമുക്ക് എങ്ങനെ വരക്കാം? വെൻ ഡയഗ്രാം ജനറലി നമുക്ക് വരക്കാം. ഇതാണ് എ എന്നുള്ള സെറ്റ്, ഇതാണ് ബി എന്നുള്ള സെറ്റ്. അപ്പോ ഈ ഒരു ഭാഗത്തിനെയാണ് എ മൈനസ് ബി എന്ന് പറയാം. ഈ ഒരു ഭാഗത്തിനെ ബി മൈനസ് എ എന്നും പറയും. അങ്ങനെയെങ്കിൽ ഈ കോമൺ റീജിയനെ നമ്മൾ പറഞ്ഞിരുന്നത് എ ഇന്റർസെക്ഷൻ ബി എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെൻ ഡയഗ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. അപ്പൊ ഞാൻ ഇവിടുന്ന് വേറൊരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലുള്ള പോർഷൻ ഒഴിവാക്കാം. വേറെ രൂപത്തിൽ പറഞ്ഞാൽ ഈ എ എന്നുള്ള സർക്കിൾ കണ്ടോ നിങ്ങള്? ഈ എ എന്നുള്ള സർക്കിളിൽ നിന്നും ഈ എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള ഒരു കഷ്ണം ഒഴിവാക്കില്ലേ ചെയ്യണത്? അങ്ങനെയെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയും കൊടുക്കാം, എ മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് കൊടുക്കാം. എടാ എ മൈനസ് എ ഇന്റർസെക്ഷൻ ബി കറക്റ്റ് അല്ലേ? ഈ ഒരു എക്സാമ്പിളിലേക്ക് നോക്ക്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ശരിക്കും സംഭവിച്ചത് എന്താണ്? ഈ എ എന്നുള്ള സെറ്റിൽ നിന്നും 3നെ മാത്രമല്ലേ ഒഴിവാക്കിയത്? ഈ 3 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിനും കോമൺ ആയിട്ടുള്ളത് എ ഇന്റർസെക്ഷൻ ബിയിലുള്ള എലമെന്റ് അല്ലേ 3. അപ്പോ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ ഡെഫിനിഷൻ എയിൽ നിന്ന് ബിയിലുള്ള ആൾക്കാരെ ഒഴിവാക്കാന്നാണ്. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ തന്നെയാണ് എന്ത്? എയിൽ നിന്ന് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റിനെ ഒഴിവാക്കുക എന്നുള്ളത്. അതുകൊണ്ട് പ്രോബ്ലം ചെയ്യാൻ ഇത് ഉപയോഗിച്ചാൽ മതി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. വേറെ രൂപത്തിൽ പറഞ്ഞാൽ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ എഴുതാം? ബി എന്നുള്ള സെറ്റിൽ നിന്ന് ബി എന്നുള്ള സർക്കിളിൽ നിന്ന് ആ കോമൺ റീജിയൻ ഒഴിവാക്കിയത്, ദാറ്റ് ഈസ് ബി മൈനസ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇങ്ങനെയും പറയാം. ഇതാണ് എ മൈനസ് ബിന്റെയും ബി മൈനസ് എയുടെയും ഡെഫിനിഷൻ. ഇനി ഇത് നോക്കിയിട്ട് വേറെ ഒരുപാട് പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പ്രോപ്പർട്ടീസ് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോപ്പർട്ടീസ് ഇതിൽ പഠിക്കാനുള്ളൂ കേട്ടോ. അതായത് ഒന്നാമത്തെ പ്രോപ്പർട്ടീസ് ഇവിടെ നോക്ക്. ഈ എ മൈനസ് ബിയും ബി മൈനസ് എയും എ ഇന്റർസെക്ഷൻ ബിയും തമ്മിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ യൂണിയൻ ബി അല്ലേ കിട്ടുക? അല്ലെങ്കിൽ പിന്നെ വേറെ ആദ്യം ഓക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി വിച്ച് ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി. അങ്ങനെ ചിന്തിക്കാം. ഒക്കെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വെൻ ഡയഗ്രം വെച്ച് ഇങ്ങനെ ആലോചിച്ചാൽ മതി. രണ്ടാമത്തെ പ്രോപ്പർട്ടി, എടാ ഈ എ എന്നുള്ള സർക്കിൾ എന്താ? എ മൈനസ് ബിയും എ ഇന്റർസെക്ഷൻ ബിയും കൂടി കൂട്ടിച്ചേർന്നതല്ലേ? കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നത് യൂണിയൻ ആണ്. അങ്ങനെയെങ്കിൽ എ മൈനസ് ബി യൂണിയൻ
എ ഇന്റർസെക്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനെ കിട്ടും. അതുപോലെ ബി മൈനസ് എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി, ബി മൈനസ് എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിയും കിട്ടും. ഈ തേർഡ് പ്രോപ്പർട്ടി ആയിട്ട് പറയാം, എ മൈനസ് ബി എന്നുള്ള സെറ്റിനെയും എ മൈനസ് ബി എന്നതിനെയും ഈ ബി എന്നുള്ള സർക്കിൾ ഉണ്ടല്ലോ അതിനെയും യൂണിയൻ എടുത്താൽ ഏത് പോർഷനാണ് കിട്ടുക? എ മൈനസ് ബി എന്ന് പറയുന്ന ഈ പോർഷൻ, ബി എന്ന് പറഞ്ഞാലോ ഈ സർക്കിൾ ഫുൾ ആയിട്ട്, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ മുഴുവനായിട്ടുള്ള എ യൂണിയൻ ബി അല്ലേ കിട്ടുക? അപ്പൊ അതിന് നിങ്ങൾക്ക് എ യൂണിയൻ ബി എഴുതാം. സിമിലർലി ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ഈ പോർഷൻ, അതും ഈ എ എന്നുള്ള സർക്കിൾ മുഴുവനായിട്ട് എടുത്തു യൂണിയൻ എ, അത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടത് എ യൂണിയൻ ബി ആണ്. അത് നിങ്ങൾ ഇതിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ടതല്ല, ഈ വെൻ ഡയഗ്രം നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കേണ്ടതാണ്. അപ്പൊ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നോക്കിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ വിഷയമല്ല. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഡിസ്ജോയിന്റ് സെറ്റിനെ കൺസിഡർ ചെയ്യുന്നു. ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? എ എന്നുള്ള സെറ്റും ബി എന്നുള്ള സെറ്റും ഡിസ്ജോയിന്റ് ആണ്. കാരണം എന്താ? കോമൺ റീജിയൻ ഇല്ല. എ ഇന്റർസെക്ഷൻ ബി ഇവിടെ എന്താണ്? ഫൈ ആണ്. അങ്ങനെയെങ്കിൽ ഈ കേസിൽ നിങ്ങളോട് ഞാൻ ഒരു കാര്യം എ മൈനസ് ബി ചോദിച്ചു, എന്താണ് വരിക? എയിൽ നിന്ന് ബിയിലുള്ള ഭാഗം ഒഴിവാക്കാനാ പറയണത്. എയിൽ നിന്ന് ബിയിലുള്ള ഭാഗം വല്ലതും ഇതിലുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ വേറെ രൂപത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ഭാഗം ഒഴിവാക്കാന്നല്ലേ ഡെഫിനിഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു ഡിസ്ജോയിന്റ് സെറ്റിന്റെ കേസിൽ ഇതെന്താണ്? ഫൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നൊന്നും ഒഴിവാക്കല്ലോ, അതുകൊണ്ട് അതിന്റെ ആൻസർ എ തന്നെ കിട്ടുക. അപ്പൊ അങ്ങനെയെങ്കിൽ എ മൈനസ് ബി ചെയ്താൽ എ തന്നെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ കേസിൽ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? ഫൈ ആയിരിക്കും. മനസ്സിലാക്കുക. അതേപോലെ ഈ ഡിസ്ജോയിന്റിന്റെ കേസിൽ ബി മൈനസ് എ ചെയ്താൽ എന്താ കിട്ടുക? ബി ആണ് കിട്ടുക. ഈ രണ്ട് കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ഫൈ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സിൽ മനസ്സിലാക്കേണ്ടത്. നാലാമത്തെ ഓപ്പറേഷൻ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. എടാ എ എന്നുള്ള സെറ്റിന്റെ കോംപ്ലിമെന്റ് അതിന് ഡിനോട്ട് ചെയ്യല് എ റൈസ് ടു സി എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ എ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഇതിനെ എ ബാർ എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. എന്റെ മുകളിൽ ഒരു വര എ ബാർ. ഇതിന് മൂന്നിനും വായിക്കാം കോംപ്ലിമെന്റ്, എ കോംപ്ലിമെന്റ് എന്നാ വായിക്കാം. അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് അറിയോ? എ കോംപ്ലിമെന്റ് എ ഡാഷ് ഫിസിക്കൽ ടു യു മൈനസ് എ. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ എന്നുള്ള സെറ്റിനെ ഒഴിവാക്കിയാൽ കിട്ടുന്ന സെറ്റിനെ പറയുന്ന പേരാണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് ഞാൻ കൺസിഡർ ചെയ്തു 1 2 3 4 5 6 7. എ എന്നുള്ള സെറ്റിനെ ഞാൻ കൺസിഡർ ചെയ്തത് 1 3 5. ബി എന്നുള്ള സെറ്റിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് 2 3 6. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഞാൻ എ കോംപ്ലിമെന്റ് ചോദിച്ചാൽ അതെന്താ ചെയ്യല്? യു മൈനസ് എ, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയിലുള്ള ആൾക്കാരെ ഒഴിവാക്കണം. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ 1 മുതൽ 7 വരെ ഉള്ളത്, അതിൽ നിന്ന് എന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ 1 3 5. ഈ 3 എലമെന്റ്സിനാണ്ട് ഒഴിവാക്കിയാൽ കിട്ടുന്ന സെറ്റ് ഏതാ? 2 4 6 7. ഇതിനെ പറയുന്ന പേരാണ് എ കോംപ്ലിമെന്റ്. അങ്ങനെയെങ്കിൽ ബി കോംപ്ലിമെന്റ് എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി എന്നുള്ള സെറ്റിനെ ഒഴിവാക്കിയാൽ കിട്ടുന്ന സെറ്റാണ് ബി കോംപ്ലിമെന്റ്. അതായത് 2നെയും 3നെയും 6നെയും ഒഴിവാക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? 1 2നെയും 3നെയും ഒഴിവാക്കി, പിന്നെ 4 5 6നെയും ഒഴിവാക്കണം അല്ലെ, 7. ഇതായിരിക്കും ബി കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടുക. അങ്ങനെയെങ്കിൽ
എ കോംപ്ലിമെന്റിന് ഒരു ഡെഫിനിഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഇതിന്റെ ഉള്ളിൽ ആയിരിക്കും എന്താണ്? എക്സുകളാണ്. ആ എക്സിന്റെ പ്രത്യേകത എന്താ? എക്സ് ബിലോങ്സ് ടു യു, അത് യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാകണം. ആൻഡ് അത് എന്തിനുണ്ടാകരുത്? എ എന്നുള്ള സെറ്റിൽ ഉണ്ടാകരുത്. വിച്ച് ഈസ് നോട്ട് ബിലോങ്സ് ടു എ. ഈ രീതിയിൽ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോംപ്ലിമെന്റിൽ പഠിക്കാനുള്ളത്. ഇനി അതിന്റെ വെൻ ഡയഗ്രം റെപ്രസെന്റേഷൻ. വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരൊറ്റ സെറ്റിലുള്ള മാത്രം കാണിച്ചു തരാം. അതായത് എ എന്നുള്ള ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്, ഇത് എ എന്നുള്ള സെറ്റ്. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എന്റെ പോർഷൻ ഒഴിവാക്കിയത്. എന്റെ പോർഷൻ എന്ന് പറയുമ്പോൾ ഈ സർക്കിൾ ആണ്. ഈ സർക്കിൾ ഒഴിവാക്കിയ പോർഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗമല്ലേ, ഈ ഒരു പോർഷൻ ആണ് എന്നെ ഒഴിവാക്കിയ പോർഷൻ. ആ ഒരു പോർഷനെ പറയുന്ന പേരാണ് എ കോംപ്ലിമെന്റ്. റെഡി അല്ലേ? ഇത്രയും കാര്യങ്ങൾ മാത്രമേ കോംപ്ലിമെന്റിൽ പഠിക്കാനുള്ളൂ. ഇനി അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി കുറച്ച് കോംപ്ലിമെന്റ് ലോസ്. കോംപ്ലിമെന്റ് ലോസ് എന്ന് പറയാം. കോംപ്ലിമെന്റ് ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എ എന്നുള്ളതും എ കോംപ്ലിമെന്റും ഇത് രണ്ടും കൂടി ചേർന്നതല്ലേ ശരിക്കും യൂണിവേഴ്സൽ സെറ്റ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാം എ യൂണിയൻ എ കോംപ്ലിമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഇനി ഈ എനും എ കോംപ്ലിമെന്റിലും കോമൺ ആയിട്ടുള്ള വല്ല റീജിയൻ ഉണ്ടോ? ഇല്ലല്ലോ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എനെ മുഴുവനായിട്ട് ഒഴിവാക്കിയാൽ കിട്ടുന്നതല്ലേ എ കോംപ്ലിമെന്റ്. അങ്ങനെയെങ്കിൽ എലും എ കോംപ്ലിമെന്റിലും കോമൺ റീജിയൻ ഇല്ല, അതായത് അത് ഡിസ്ജോയിന്റ് സെറ്റുകളാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇതാണ് കോംപ്ലിമെന്റ് ലോസ്. ഈ രണ്ടാമത്തെ ലോ വെരി ഇമ്പോർട്ടന്റ് ആട്ടോ. സ്റ്റാറുകൾ വാരിക്കോരി കൊടുക്കുക. ഡിമോർഗൻസ് ലോ എന്ന് പറയും. ഡിമോർഗൻസ് ലോ പറയുന്നത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതുപോലെ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓർത്തൊക്കെ സുഖാണ്. യൂണിയൻ എന്നുള്ളത് ഇന്റർസെക്ഷൻ ആവും, ഇന്റർസെക്ഷൻ എന്നുള്ളത് യൂണിയൻ ആവും. മൊത്തത്തിൽ കോംപ്ലിമെന്റ് കൊടുക്കുന്ന സമയത്ത് ഇതാണ് ഡിമോർഗൻസ് ലോ. ഇനി അടുത്തത് മൂന്നാമത്തത് എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ഡബിൾ കോംപ്ലിമെന്റേഷൻ. അത് എ ആണ്. എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എ നിർത്തും. അതായത് ശരിക്കും എന്താണ് അത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം. ഇതാണ് എ എന്നുള്ള സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്. ശരിക്കും എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ള ടോട്ടൽ റെക്ടാങ്കിളിൽ നിന്ന് ഈ സർക്കിളിനെ ഒഴിവാക്കിയാൽ കിട്ടുന്ന ഭാഗല്ലേ എ കോംപ്ലിമെന്റ്. അപ്പൊ ഏത് സെറ്റിന്റെയും കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഒഴിവാക്കാന്ന് അർത്ഥം. അങ്ങനെയെങ്കിൽ എ കോംപ്ലിമെന്റ് എന്നുള്ള സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ കോംപ്ലിമെന്റിന്റെ ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ കോംപ്ലിമെന്റിനെ ഒഴിവാക്കാനാ. ഈ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ പുറത്തുള്ള ഭാഗമാണ് എ കോംപ്ലിമെന്റ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഈ പുറത്തുള്ള ഭാഗത്തെ മുഴുവനായിട്ടാണ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സർക്കിൾ മാത്രമല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. ആ സർക്കിളിനല്ലേ എ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു
എ. ഡബിൾ കോംപ്ലിമെന്റേഷൻ എടുത്തു കഴിഞ്ഞാൽ അതേ സെറ്റ് തന്നെയാണ് കിട്ടുക. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി, ഫൈ കോംപ്ലിമെന്റ്. ഫൈയുടെ കോംപ്ലിമെന്റ് എടുത്തു. ഫൈയുടെ കോംപ്ലിമെന്റ് എന്താ? അത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആരെ ഒഴിവാക്കാം? ഫൈനെ ഒഴിവാക്കാം. ഈ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? എം ടി സെറ്റ് അല്ലേ? എം ടി സെറ്റിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വല്ലതും അതിൽ നിന്ന് ഒഴിവാക്കാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് യൂണിവേഴ്സൽ സെറ്റ് തന്നെ വരിക. അപ്പൊ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫൈ കോംപ്ലിമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു യു. ഇനി അടുത്ത യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് യൂണിവേഴ്സൽ സെറ്റിനെ ഒഴിവാക്കുക. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് അതിലുള്ള എല്ലാ എലമെന്റ്സിനും ഒഴിവാക്കിയാൽ ഒന്നും ഉണ്ടാവില്ലല്ലോ, ഫൈ അല്ലേ കിട്ടുക. അത് യു കോംപ്ലിമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഫൈ.